ഇങ്ങനെ ഒരു മഹത്കർമ്മം നടക്കുന്ന സമയത്ത് നിറഞ്ഞ ഒരു സദസ്സ് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ സനാതന ധർമ്മത്തെ ശ്രമിക്കാനാണല്ലോ ഈ ആളുകൾ കൂടിയിരിക്കുന്നത് എന്ന് കാണുമ്പോൾ അതിലും സന്തോഷം. എന്താണെങ്കിലും എനിക്കിന്ന് വളരെയധികം സ്വാതന്ത്ര്യം സംഘാടകർ തന്നിട്ടുണ്ട്. ടീച്ചറിന് ഇഷ്ടമുള്ളത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ വിശേഷപ്പെട്ട വിജയദശമി ആയതുകൊണ്ട് ആ വിശേഷത്തിൽ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ ഗുരുക്കന്മാര് പറഞ്ഞത് തത്തമ്മ പൂച്ച എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. ഇനി ഉള്ള ദിവസങ്ങളിൽ യജ്ഞാചാര്യനുണ്ട്, യജ്ഞാചാര്യന്മാരുണ്ട്. അവർ നിങ്ങൾക്ക് ധാരാളം ഭഗവത് കാര്യങ്ങൾ പറഞ്ഞു തരും. എന്താണെങ്കിലും ഇന്ന് വിജയദശമിയാണ്. വിജയദശമിക്ക് നമ്മള് സാധാരണയായിട്ട് ഏത് ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഇവിടെ സാധാരണയായിട്ട് കേരളത്തില് ആദ്യത്തെ 3 ദിവസം നവരാത്രിക്ക് കാളി ദേവിയും അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയെയും പിന്നീട് സരസ്വതി ദേവിയെയും ഒക്കെ പ്രാർത്ഥിക്കും. ഉത്തരേന്ത്യയിലാണെങ്കിൽ അത് ദുർഗാ പൂജ എന്നുള്ള രീതിയിലാണ്. എന്താണെങ്കിലും ശരി, ദുർഗാ പൂജയാണെങ്കിലും അവിടെ പ്രധാനമായും നമ്മള് പ്രാർത്ഥിക്കുന്നത് ആദിപരാശക്തിയാണ്. ഇവിടെ നമ്മൾ കാളിദേവിയുടെ രൂപം, ലക്ഷ്മി ദേവി വരുന്നുണ്ട്, സരസ്വതി ദേവി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ശക്തി പൂജ എന്നുള്ള രീതിയിലാണ് ഇത് പ്രധാനമായും അറിയപ്പെടുന്നത്, അല്ലെ? ഭാരതത്തില് ഏറ്റവും പ്രധാനമായിട്ട് ശക്തി പൂജ എന്നാണ്. ഈ ശക്തി പൂജയുടെ പ്രാധാന്യം എന്താ? നവരാത്രിയിൽ മാത്രമല്ല, സനാതന ധർമ്മത്തിൽ എന്തുകൊണ്ട് ഈ ശക്തി പൂജയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം വന്നു? അപ്പൊ അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. ഈ പറയുന്നത് പോലെ നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ചെറിയ കോളേജിൽ പഠിപ്പിക്കുന്നവർക്ക് ഒരു ചെറിയ തിയറി ക്ലാസ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. യൂട്യൂബിലൊക്കെ ചിലത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് സനാതന ധർമ്മത്തിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ആരാധനാ രീതികൾ വന്നു. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൊണ്ടാണ് നമ്മളെ മറ്റുള്ള മതസ്ഥർ മുട്ടുകുത്തിക്കുന്നത്. നമുക്ക് മറുപടി പറയാനില്ല. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആദ്യം ശക്തി ആരാധന ഭാരതത്തിൽ എങ്ങനെ വന്നു? അതിന് ആദ്യം നമ്മളൊരു കല്ല് എടുക്കുക. ഇപ്പൊ ഇവിടെ ഞാനൊരു കല്ല് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ കല്ല് എന്ത് വസ്തു കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തെങ്കിലും ഒരു 3-4 വസ്തുക്കൾ കൊണ്ടായിരിക്കാം ഉണ്ടാക്കിയിരിക്കുന്നത്. കാർബൺ പോലെ എന്തെങ്കിലുമൊക്കെ. ഏത് വസ്തു എടുത്താലും അത് 2 അതിൽ കൂടുതലോ വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ആറ്റം ഒക്കെ ഉണ്ട്, അതിലും ചെറിയ വസ്തുക്കളൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഇപ്പൊ ജലം എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഹൈഡ്രജനും ഓക്സിജനും 2 വസ്തുക്കൾ കൊണ്ടാണ്. ഇതുപോലെ ഇവിടെയുള്ള ഏത് വസ്തു എടുത്താലും 2 അതിൽ കൂടുതലോ വസ്തുക്കൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കല്ലെടുക്കുക. ഈ കല്ല് 2, 3 ചിലപ്പോൾ 4 വസ്തുക്കൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കല്ലിന് ഈ ഒരു ആകൃതിയിൽ ആ കല്ലിരിക്കുന്ന എന്തുകൊണ്ടാണ്? 4 വസ്തുക്കൾ കൊണ്ടാണ് ഈ കല്ല് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഈ 4 വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി കൊണ്ട് പിടിച്ചു നിൽക്കണ്ടേ? എന്നാലല്ലേ അങ്ങനെ നിൽക്കാൻ പറ്റൂ, അല്ലെ? ഇപ്പൊ നമ്മളാണെങ്കിലും ചേർന്ന് നിൽക്കണമെങ്കിൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിടിച്ചു നിന്നാലേ നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റും ഒന്നിച്ച്. അതുപോലെ തന്നെ ഈ 4 വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിമത്തായിട്ട് കാന്തം പോലെ നിൽക്കുന്നത് കൊണ്ടാണ് കല്ല് ഈ ആകൃതിയിൽ തന്നെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? കല്ലിന് ഈ ആകൃതി ഉണ്ടാവില്ല. അപ്പോൾ കല്ല് എന്ന് പറയുന്നത് ജഡമായിട്ടുള്ള ഒരു വസ്തുവാണ്. കല്ലിന് ജീവനുണ്ടോ? ഇല്ല, അല്ലേ? കല്ല് ജഡമായിട്ടുള്ള ഒരു വസ്തുവാണ്. പക്ഷെ കല്ലിൽ എന്തുണ്ട്? ശക്തിയുണ്ട്. അത് നമുക്കറിയാം. കാരണം ഇത് ബേസിക് സയൻസ് ആണ്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. അതായത് ജഡമായിട്ടുള്ള കല്ലിൽ ശക്തിയില്ല. ഇനി ഇതുപോലെ ഇവിടെയുള്ള ഏത് ജഡമായിട്ടുള്ള ഒരു വസ്തു എടുത്തോ, ഈ മൈക്ക് എടുക്കുക. ഈ മൈക്കിന് ഈ ആകൃതി വരാൻ കാരണം എന്താണ്? മൈക്ക് എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അവ തമ്മിൽ ഇതുപോലെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഷേപ്പ് വരാനൊക്കെ നമ്മൾ പലതും ചെയ്യുന്നുണ്ടെങ്കിലും ഇനി ചിലര് പറയും ഇത് ഒട്ടി നിൽക്കുന്നത് ഫെവിക്കോള് കൊണ്ടാണെന്ന് പറയാം. ചിലരെന്തൊക്കെ ന്യായമൊക്കെ പറയുകയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഫെവിക്കോളും ഒരു വസ്തുവാണ്.
അതും എന്തൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അവ തമ്മിലും ചേർന്ന് നിൽക്കണം. അങ്ങനെ നോക്കിയാൽ നമ്മളുടെ ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തു എടുത്താലും, അത് മൈക്കെടുത്താലും വിളക്കെടുത്താലും വാച്ച് എടുത്താലും ഈ പുസ്തകം എടുത്താലും രണ്ടോ അതിൽ കൂടുതലോ വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവ തമ്മിൽ ചേർന്ന് നിൽക്കണമെങ്കിൽ അതിലൊരു ശക്തിയുണ്ട്, അല്ലെ? ന്യായശാസ്ത്രത്തില് സ്ഥാനീപുലാക ന്യായം എന്ന് പറയുന്ന ഒരു ന്യായമുണ്ട്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് അരി വെന്തോ എന്നറിയാൻ എല്ലാ അരിയും എടുത്ത് ഞെക്കി നോക്കേണ്ടതില്ല, രണ്ടോ മൂന്നോ എണ്ണം മതി. അപ്പൊ ഞാൻ ആ ന്യായശാസ്ത്രത്തെ പിടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ കല്ലിനെ എടുത്ത് നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണിച്ചു, മൈക്കിനെ എടുത്ത് ഉദാഹരണമായിട്ട് കാണിച്ചു. ഇങ്ങനെ നോക്കിയാല് പ്രപഞ്ചത്തിലെ എല്ലാ ജഡവസ്തുക്കളെയും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ പ്രപഞ്ചത്തിലെ ജഡമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ശക്തി നിറഞ്ഞു നിൽക്കുന്നു. ഈ ജഡമായിട്ടുള്ള അല്ലാത്ത വസ്തുക്കളോ? ശരിയെടുക്കുക, വൃക്ഷങ്ങൾ, അതിൽ ശക്തി ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? വളരുന്നത് എന്തുകൊണ്ടാണ്? ശക്തി ഇല്ലെങ്കിൽ വളരാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അതില് ശക്തിയുണ്ട്. ഇനി നമ്മുടെ കയ്യിലോ? നമ്മുടെ കയ്യിൽ ശക്തി ഇല്ലാന്ന് പറയാൻ പറ്റുമോ? നമുക്ക് തീർച്ചയായിട്ടും ശക്തിയുണ്ട്. അതായത് ജഡമായിട്ടുള്ള വസ്തുക്കളിലും ജീവനുള്ള വസ്തുക്കളിലും ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും എന്ത് നിറഞ്ഞു നിൽക്കുന്നു? ശക്തി നിറഞ്ഞു നിൽക്കുന്നു. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ആധാരം എന്താണ്? ശക്തിയാണ്. ഇത് നമ്മുടെ ഋഷീശ്വരന്മാർ വളരെ കാലം മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നു. അതായത് പ്രപഞ്ചത്തിന്റെ എല്ലാ വസ്തുക്കളുടെയും നിലനിൽപ്പിന് ആധാരം ശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനെ ആദരിക്കണം? എന്താണോ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ശക്തിയെ ആരാധിക്കണം. മനുഷ്യൻ എവിടെയെങ്കിലും ഒക്കെ തല കുനിയണ്ടേ? ആരെയെങ്കിലും നമ്മൾ ആരാധിക്കണ്ടേ? മനുഷ്യൻ ആരോടെങ്കിലും വിധേയത്വം വേണ്ടേ? അപ്പോൾ നമ്മുടെ ഋഷീശ്വരന്മാർക്ക് മനസ്സിലായി, നമ്മൾ ആരാധിക്കേണ്ടതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശക്തിയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, മനുഷ്യന് രൂപമില്ലെങ്കിൽ ആരാധിക്കാൻ ബുദ്ധിമുട്ടാണ്, ശരിയല്ലെങ്കിൽ? രൂപമില്ലാതെ എങ്ങനെ നമ്മൾ ആരാധിക്കും? രൂപം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. കാരണം മനുഷ്യന്റെ പ്രകൃതം അനുസരിച്ച്, ബുദ്ധിയുടെ തലമനുസരിച്ച് രൂപമില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഊർജത്തിന് രൂപമില്ല. ശക്തി എന്ന് പറയുന്നത് ഊർജമല്ലേ? അല്ലെ? ശക്തി എന്ന് പറയുന്നത് ഊർജമാണ്. ഊർജം ഒന്നും കാണാൻ സാധിക്കില്ല. ഇലക്ട്രിസിറ്റി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, അല്ലെ? ബുദ്ധി, നമ്മുടെ ബുദ്ധി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അവനവന്റെ ബുദ്ധിയെ? പക്ഷെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇല്ല എന്നെങ്ങാനും പറഞ്ഞ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യില്ലേ? നമുക്ക് വിഷമാവും. അതായത് ബുദ്ധി സൂക്ഷ്മമാണ്, ബുദ്ധി ഊർജമായതുകൊണ്ടാണ് ബുദ്ധി ശക്തി എന്ന് പറയുന്നത്. അപ്പൊ എന്തായി? ബുദ്ധി സൂക്ഷ്മമാണെന്ന് മനസ്സിലായി. ശക്തി എന്ന് പറഞ്ഞപ്പോൾ ഊർജമാണ്. ഊർജത്തിനെ നമുക്ക് കാണാൻ സാധിക്കില്ല, അതുകൊണ്ട് ബുദ്ധി ശക്തി എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിലെ ശക്തിയോ മസില് വെട്ടി കിടക്കുന്നു എന്നൊക്കെ പറയും, പക്ഷെ അതാണോ ശക്തി? അല്ല. പക്ഷെ ശക്തി ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ശക്തി, എല്ലായിടത്തുമുള്ള ഈ ഒരു ശക്തിയെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ശ്രീശ്വരന്മാർ എന്ത് ചെയ്തു? ഈ ശക്തിക്ക് ഒരു രൂപം കൊടുത്തു. രൂപം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. അപ്പൊ ശക്തിയുടെ രൂപം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ശക്തി എന്ന് പറഞ്ഞാൽ എനർജിയാണ്. അപ്പൊ ശക്തിയുടെ രൂപം എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ഓഫ് എനർജി, അല്ലെ? എനർജിയുടെ ഒരു കൂമ്പാരം, തീവ്രമായിട്ടുള്ള എനർജി. അതാണ് സതീദേവി. ശിവശക്തിയായുക്തോ എന്നാണ് സൗന്ദര്യലഹരി തുടങ്ങുന്നത് തന്നെ, അല്ലെ? ഇവിടെ ശിവപുരാണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്, ശിവനും ശക്തിയുടെ പ്രാധാന്യം. അപ്പോൾ ഈ ശക്തിക്ക് ഒരു രൂപം കൊടുത്തു സതീദേവി. സതീദേവി ഇസ് ദ പവർ ഹൗസ് ഓഫ് എനർജി. ഈ ശക്തി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മഹാദേവന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. മഹാദേവന്റെ വിരലിന്റെ അർത്ഥം അനക്കണമെങ്കിൽ എന്ത് വേണം? ശക്തി വേണം. കണ്ണിന്റെ ഓളെ അനക്കണമെങ്കിലോ ശക്തി വേണം. അതുകൊണ്ടാണ് സൗന്ദര്യ ലഹരിയിലെ ശിവശക്തിയായി യുക്തോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ബ്രഹ്മം, ഒന്നുമില്ല. അവിടെ ഒരു അനക്കം, സൃഷ്ടി വരണമെങ്കിൽ, അതാണ് പ്രപഞ്ചത്തിലെ ഓരോന്നിലും ഉണ്ടാകുന്നത്, അതെല്ലാം സൃഷ്ടിയാണ്. സൃഷ്ടി വരണമെങ്കിൽ അവിടെ ഊർജം വേണം, ഒരു ശക്തി വേണ്ടേ?
അല്ലെ? ഒരു കുഞ്ഞിനെ ജനിപ്പിക്കണമെങ്കിൽ, സൃഷ്ടി വേണമെങ്കിൽ അവിടെ ഊർജ്ജം വേണം. എന്ത് സൃഷ്ടി നടക്കണമെങ്കിലും ശക്തി വേണം, അല്ലെങ്കിൽ ബ്രഹ്മം മാത്രം. അപ്പൊ പിന്നെ നമുക്കൊക്കെ ഇവിടെ എന്താണ് ഈ എക്സിസ്റ്റൻസ്? അപ്പൊ എന്ത് ചെയ്തു? സതീദേവി ആണ് പവർ ഹൗസ് ഓഫ് എനർജി. ഇനി സതീദേവിയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് സംഭവിച്ചത്? സതീദേവിയുടെ കാര്യത്തില് സതീദേവി മഹാദേവനെ വിവാഹം കഴിച്ചു. ആ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് പിതാവായിട്ടുള്ള ദക്ഷൻ ദക്ഷയാഗം നടത്തി. ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ദക്ഷയാഗത്തിലേക്ക് സതീദേവിയെയും മഹാദേവനെയും ക്ഷണിച്ചില്ല. എന്നാൽ പങ്കെടുക്കണമെന്ന് സതീദേവിക്ക് ഒരു ആഗ്രഹം. അങ്ങനെ മഹാദേവന്റെ അനുവാദമില്ലാതെ സതീദേവി അതിൽ പങ്കെടുക്കുന്നു. പക്ഷെ ദക്ഷന്റെ അവഗണന സഹിക്കാതെ സതീദേവി ഹോമകുണ്ടത്തിൽ പ്രവേശിക്കുന്നു യാഗാഗ്നിയിലേക്ക്, അല്ലെ? ഇതിൽ കോപാകുലനായിട്ടുള്ള മഹാദേവൻ സതീദേവിയുടെ ശരീരമെടുത്ത് താണ്ഡവ നൃത്തം ആടും. ഈ ചൂട്, ഈ തപം, മഹാദേവന്റെ ഉഗ്രകോപം ഒരു വശത്ത്. സതീദേവിയുടെ ശരീരം എന്ന് പറയുന്നത് ഊർജത്തിന്റെ ഭണ്ഡാരാണ്. ഇതെല്ലാം കൂടെ വളരെയധികം ചൂട്, തപം, ഊർജം ഈ ഭൂമിക്ക് താങ്ങാൻ സാധിക്കാതെ വന്നപ്പോൾ ദേവന്മാരെല്ലാം മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണു എന്ത് ചെയ്തു? തന്റെ സുദർശന ചക്രം സതീദേവിയുടെ ശരീരത്തിലേക്ക് പ്രയോഗിച്ചു. സതീദേവിയുടെ ശരീരം 52 കഷ്ണങ്ങളായിട്ട് ചിമ്മിച്ചിതറി 52 സ്ഥലങ്ങളിൽ പതിച്ചു. ഇവയാണ് 52 ശക്തിപീഠങ്ങൾ. ഇന്നും അവയുടെ പേര് ശക്തിപീഠങ്ങൾ എന്നാണ്. ശക്തിപീഠം എന്ന് പറഞ്ഞാൽ ദി അബോർഡ് ഓഫ് എനർജി, ശക്തിയുടെ ഇരിപ്പിടം. അങ്ങനെ തന്നെയാണ് പേര്. ഇതിൽ ഒരെണ്ണം നേപ്പാളിലുണ്ട്, ഒന്ന് ഇന്നത്തെ POKയിലാണ്, പാക് ഒക്കുപൈഡ് കാശ്മീർ. ബാക്കിയെല്ലാം എന്റെ അറിവില് ഭാരതത്തിൽ തന്നെയാണ്. 52 ശക്തിപീഠങ്ങൾ. ഈ 52 ശക്തിപീഠങ്ങളുടെ പ്രത്യേകത എന്താണ്? അതായത് ഒരു ഊർജത്തിന്റെ വളരെ വലിയ ഒരു കേന്ദ്രം, അതിൽ നിന്നും 52 ഊർജത്തിന്റെ കഷണങ്ങൾ പതിച്ചുവെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ നമ്മള് തീയിൽ നിന്നും വീണ്ടും അഗ്നി കൊളുത്തി ഒരു എവിടെയെങ്കിലും കൊണ്ട് ഇടുകയാണെങ്കിൽ അവിടെ വീണ്ടും ഊർജത്തിന്റെ വലിയൊരു പ്രഭാവ കേന്ദ്രം ആവില്ലേ? തീ വളരാതെ കത്തില്ലേ? തീയും അഗ്നി ഊർജത്തിന്റെ ഒരു രൂപമാണ്. അപ്പോൾ ഈ 52 സ്ഥലങ്ങളിൽ പതിച്ചപ്പോൾ ഈ 52 സ്ഥലങ്ങളും ഊർജത്തിന്റെ വളരെ വലിയ കേന്ദ്രങ്ങളായിട്ട് മാറി. ഭാരതത്തിന്റെ സ്പിരിച്വൽ എനർജി ഗ്രിഡ്, അതായത് ഭാരതത്തിന്റെ ആധ്യാത്മിക ഊർജ കേന്ദ്രങ്ങളാണ് ഈ 52 ശക്തിപീഠങ്ങൾ. കൂടാതെ മഹാദേവന്റെ 12 ജ്യോതിർലിംഗങ്ങൾ. ഈ പേരിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് അറിയാം. ജ്യോതിർലിംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാദേവൻ ജ്യോതിസായിട്ട് പ്രകാശത്തിന്റെ അഗ്നിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങൾ. അഗ്നിക്കും പ്രകാശത്തിനും ശക്തിയൊക്കെ കൂടുതലാണ് അഗ്നിക്ക്, അല്ലെ? ഇപ്പൊ എല്ലായിടത്തും ഊർജം ഒരുപോലെയാണ്. നമ്മുടെ വീട്ടില് മിക്സിക്ക് അരയ്ക്കാനുള്ള നമ്മള് പ്ലഗ് കുത്തുന്നിടത്ത് പോയിട്ടാണ് മൊബൈല് ചാർജ് ചെയ്യാൻ? അല്ല. എല്ലായിടത്തും ഊർജമാണെങ്കിലും അതിന്റെ തോത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ എനർജി തീയാകുമ്പോൾ, ഇപ്പൊ മൊബൈലിന്റെ അവിടെ നിന്ന് ചിലപ്പോൾ ഷോക്ക് അടിച്ചാല് ചെറുതായിട്ടൊരു തരിതരിപ്പൊക്കെ നമുക്ക് തോന്നും. തീയില് കൈയിട്ടാലോ നന്നായിട്ട് പൊള്ളും. എല്ലാം ഊർജമാണ്. ഊർജത്തിന്റെ തീവ്രത അനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ 12 ജ്യോതിർലിംഗങ്ങളിൽ എന്താണ്? ഭഗവാൻ മഹാദേവൻ അഗ്നിയുടെ രൂപത്തിൽ, പ്രകാശത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളാണ്. ഇവയാണ് ഭാരതത്തിലെ പ്രധാനമായിട്ടുള്ള 12 ജ്യോതിർലിംഗങ്ങൾ, ദ്വാദശ ജ്യോതിർലിംഗങ്ങൾ. ഈ ദ്വാദശ ജ്യോതിർലിംഗങ്ങളെ പറ്റി ആദി ശങ്കരാചാര്യർ ഓരോ ജ്യോതിർലിംഗത്തിനെ പറ്റിയും സ്തോത്രവും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ 12 ജ്യോതിർലിംഗങ്ങളെയും സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സ്തോത്രവും ഉണ്ട്. അതാണ് സൗരാഷ്ട്രേ സോമനാഥം ച. ആദ്യത്തെ ജ്യോതിർലിംഗം ഏതാണ് പറയുന്നത്? ഗുജറാത്തിലെ സോമനാഥം. ശ്രീശൈലെ മല്ലികാർജുനം, ഇത് ആന്ധ്രാപ്രദേശിലുള്ളതാണ്. ശ്രീശൈലത്തിലെ മല്ലികാർജുനം എന്ന് പറയുന്ന ക്ഷേത്രം. ഉജ്ജയിന മഹാകാലം, ഉജ്ജയിൻ കേട്ടിട്ടില്ലേ? ഉജ്ജയിനിയിലെ മഹാകാലേശ്വരം.
ഓംകാരം അമലേശ്വരം, ഉജ്ജയിനിൽ തന്നെയുള്ള ഓംകാരേശ്വരം. പരല്യ വൈദ്യനാഥം ച, പർലി വൈദ്യനാഥ്. ചിലതില് 2-3 വിവാദമുണ്ട് എവിടെയാണെന്നും. ഇത് മഹാരാഷ്ട്രയിലെ പർലി വൈദ്യനാഥ് ആണെന്ന് പറയുന്നുണ്ട്, മറ്റു സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. പർലി വൈദ്യനാഥം ച ഡാകിന്യാം ഭീമശങ്കരം. ഇത് മഹാരാഷ്ട്രയിലെ ഭീമാശങ്കർ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്. ഡാകിന്യാം ഭീമശങ്കരം. സേതു ബന്ധേതു രാമേശം, അല്ലെ? സേതു എവിടെയാണുള്ളത്? സേതു ബന്ധിച്ചത് രാമേശ്വരം ഒരു ജ്യോതിർലിംഗമാണ്. സേതു ബന്ധേതു രാമേശം. ഇത് വേണം മോനെ, എനിക്ക് ആരെയും കാണാൻ പറ്റാതെ ഡാൻസ് ഒക്കെ വെച്ചു എന്റെ മുഖത്തോട്ട് എത്ര അടിച്ചു. ഡാൻസ് ഒക്കെ ആകുമ്പോഴേ ഓഡിയൻസിനെ കണ്ടിട്ടേലും കുഴപ്പമില്ല, പ്രഭാഷണം കണ്ടത് മുഖത്ത് നോക്കി പറഞ്ഞില്ലേ ഒരു സുഖം ആയപ്പോ എന്നാലും എനിക്ക് അടിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കത് ഷൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ എടുത്തൊന്നത്, ഇല്ലാതിരിക്കുന്നതാണ് കുറച്ച് സുഖം. മഞ്ഞളിച്ചു പോകും. ദാഹിന്യം ഭീമശങ്കരം, സേതുബന്ധേതു രാമേശം, നാഗേശം ദാരുകാമനെ. ഇതിന് 2 അർത്ഥം പറയാനുണ്ട്. ഒന്ന് ദ്വാരകയിലുള്ള നാഗേശം, പിന്നെ മഹാരാഷ്ട്രയിലൊരു നാഗേശം പറയുന്നത്. 2 അർത്ഥം ശിവലിംഗ പ്രതിഷ്ഠ ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്. നാഗേശം ദാരുകാമനെ. വാരണസ്യാന്തു വിശ്വേശം, എവിടെയാണ്? കാശി, അല്ലെ? വാരണസ്യാന്തു വിശ്വേശം. ത്രംബകം ഗൗതമി തടേ, നാസിക്കിലുള്ള ത്രംബകേശ്വർ, മറ്റേ കുംഭമേളയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഗൗതമി തടേ. ഹിമാലയേതു കേദാരം, ഏറ്റവും ഉയരത്തിലുള്ള ജ്യോതിർലിംഗമാണ് കേദാർനാഥ്. ഏതാനി ജ്യോതിർലിംഗാനി സായപ്രാത പടേന്നര സപ്തജന്മകൃതം പാപം സ്മരണേന വിനശ്യതി. ഇതാണ് ആ ശ്ലോകം. അതായത് ഈ 12 ജ്യോതിർലിംഗങ്ങൾ ഭഗവാൻ ജ്യോതിസായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. ഭാരതത്തിന്റെ മുമ്പ് പറഞ്ഞ സ്പിരിച്വൽ എനർജി ഗ്രിഡ്, ആധ്യാത്മിക ഊർജ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ 12 ജ്യോതിർലിംഗങ്ങളും 52 ശക്തി പീഠങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെയെല്ലാം നമ്മൾ പോയി സന്ദർശിക്കണം, ഭഗവാനെ ദർശിക്കണം എന്ന് പറയുന്നത്. എന്തിനാണ്? ഇപ്പൊ ഒരു അഗ്നിപർവ്വതത്തിന്റെ അടുത്ത് നമ്മൾ പോയി നിൽക്കുക, നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണോ? അവിടെ പോയി നിന്നാൽ മതി, ആ ചൂട് മുഴുവൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. കാരണം എന്താണ്? അതും ഒരു എനർജി അല്ലേ? ചൂടും ഒരു എനർജിയുടെ ഒരു ഫോമാണ്. ഇതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ വിഗ്രഹത്തിലുള്ള ഊർജം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. പക്ഷേ എത്രമാത്രം പ്രവേശിക്കും? നമ്മള് ഒരു അഗ്നിപർവ്വതത്തിന്റെ അടുത്ത് പോയാൽ ചൂട് പലർക്കും താങ്ങാൻ പറ്റുന്നത് പല കപ്പാസിറ്റിയിലാണ്. ചിലർക്ക് നമ്മുടെ കാലാവസ്ഥയിൽ ചൂട് നന്നായിട്ട് താങ്ങാൻ പറ്റും, ചിലർക്ക് തണുപ്പ് താങ്ങാൻ പറ്റും, അല്ലെ? വ്യത്യസ്തമാണ്. ഇത് ആധ്യാത്മിക ഊർജമാണ്. ഈ ആധ്യാത്മിക ഊർജം നമുക്ക് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം നമ്മുടെ ശരീരത്തിന് കപ്പാസിറ്റി വേണ്ടേ? നമ്മുടെ ശരീരത്തിന് അത്രയും ഊർജം വേണ്ടേ? ഈ ഊർജം, ആധ്യാത്മിക ഊർജം നമ്മുടെ ശരീരത്തിൽ നന്നായിട്ടുണ്ടെങ്കിലേ തീവ്രമായിട്ടുള്ള ഈ ഊർജം നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കരുത് എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ്? മത്സ്യമാംസം കഴിക്കുമ്പോൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് ദഹിപ്പിക്കണമെങ്കിൽ 8 മണിക്കൂർ എടുക്കും. 8 മണിക്കൂർ എടുത്ത് നമ്മുടെ ശരീരത്തിലെ ഊർജം ഉപയോഗിച്ചാണ് ഈ മത്സ്യമാംസാദികൾ മുഴുവൻ ദഹിപ്പിക്കുന്നത്. ഉള്ള ഊർജം മുഴുവൻ ഇത് ദഹിപ്പിക്കാനായിട്ട് പോകും. പിന്നെ ആകെ ഉള്ളത് കുറച്ച് ഊർജമാണ്. ഈ ഊർജമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. ഇത് സ്വീകരിക്കാൻ കപ്പാസിറ്റി വേണ്ടേ? അതുകൊണ്ടാണ് നമ്മളോട് സനാതന ധർമ്മത്തിൽ മത്സ്യമാംസാദികൾ നിഷിദ്ധമല്ല, കഴിക്കാം. പക്ഷെ ആധ്യാത്മിക പാതയിൽ മുന്നേറണമെന്നും സാധനയിൽ മുന്നേറണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവർ, നല്ല സ്വഭാവം, ശാന്തശീലം, വികാരങ്ങൾ കുറവുണ്ടാകുക, ഇതൊക്കെ ആഗ്രഹമുള്ളവർ ഇങ്ങനെയുള്ള ചിട്ടകൾ വേണം. ഇപ്പൊ നവരാത്രി കാലത്തൊക്കെ ആണെങ്കിൽ പറയും മുരിങ്ങയ്ക്ക, വഴുതനങ്ങ ഇതൊക്കെ ഒഴിവാക്കാൻ. കാരണം വികാരങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. വികാരങ്ങൾ ഉണ്ടായാൽ കൂടുതൽ എനർജി ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടും. ഈ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും കൂടുതൽ ഇമോഷൻസിനെ ഉണ്ടാക്കുന്നവയാണ്. അപ്പൊ അതുകൊണ്ടാണ് വ്രതങ്ങളൊക്കെ എടുക്കാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരം എത്രമാത്രം എക്യുപ്ഡ് ആണോ അത്രമാത്രം നമുക്ക് ഈ എനർജി സ്വീകരിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒക്കെ സന്ദർശിക്കുമ്പോൾ ഈ ഊർജം നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാദേവന്റെ ആ ശിവപ്രാർത്ഥനയ്ക്കും ശക്തിയുടെ പ്രാർത്ഥനയ്ക്കും വളരെയധികം
പ്രാധാന്യമുണ്ട്. ഇതുകൊണ്ടാണ് നമ്മളുടെ ആചാര്യന്മാർ ഈ ശക്തി പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇനി ശക്തി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എപ്പോഴാണ്? നമ്മളെ ആരെങ്കിലും എതിരിടാനൊക്കെ വരുമ്പോഴാണ് ശക്തി വളരെ കൂടുതൽ വേണ്ടത്. അത് നോക്കിക്കേ, പാർവതി ദേവിയുടെ കാര്യത്തിലാണ്. ലക്ഷ്മി ദേവി, സരസ്വതി ദേവി അത്ര യുദ്ധത്തിനൊന്നും പോയതായിട്ട് നമുക്കറിയുന്നില്ല. ഉണ്ടോ? പക്ഷെ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തിരിക്കുന്ന ആരാണ്? പാർവതി ദേവിയാണ്. പാർവതി ദേവിയുടെ വിവിധ രൂപങ്ങളാണ് ഈ ദുർഗ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നവരാത്രിക്ക് തന്നെ നമ്മള് ദുർഗയുടെ 9 രൂപങ്ങൾ, ദുർഗാദേവിയിൽ നിന്നും കുറെ ദേവിമാര് വന്നു, ബ്രഹ്മചാരിണി തൊട്ടുള്ള രൂപങ്ങൾക്കൊക്കെ പറയും. ഇതെല്ലാം പാർവതി ദേവിയുടെ അവതാരങ്ങളാണ്. അപ്പോൾ ശക്തി സ്വരൂപിണി എന്ന് പറയുമ്പോൾ നമ്മള് സതീദേവിയെ, പിന്നീട് സതീദേവി ശരീരം ത്യജിച്ചു കഴിഞ്ഞപ്പോൾ അത് പാർവതി ദേവിയുടെ രൂപമായിട്ട് മാറും. ഈ ശക്തി നമുക്ക് എത്രമാത്രം ആവശ്യമാണ്? ശക്തി വളരെയധികം ആവശ്യം. ദേവിമാരുടെ കയ്യില് നിറയെ ആയുധങ്ങളും ഉണ്ട്, അപ്പുറത്ത് താമരപ്പൂവും ഉള്ളത്. അബ്ദുൽ കലാം സാറിനോട് ഒരിക്കലും ഒരു കുട്ടി ചോദിച്ചു, അങ്ങ് വളരെ സമാധാനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ആളല്ലേ, എന്നിട്ടും അങ്ങേ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടിയോട് ചോദിച്ചു, മക്കൾ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ മക്കളുടെ കൂട്ടുകാരി ഒരു കരുത്തനായിട്ടുള്ള ഒരുത്തൻ ആക്രമിക്കുകയാണ്. മക്കൾ എന്ത് ചെയ്യും? പറഞ്ഞു, ഇത്രയും കരുത്തനായിട്ടുള്ള ആളെ ആക്രമിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മക്കളുടെ കൂട്ടുകാരിക്ക് തിരിച്ചാക്രമിക്കാനുള്ള കരുത്തുണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അവനെ ആക്രമിക്കാൻ തന്നെ വരില്ല. അല്ലെങ്കിൽ മേരിക്കോം ഒക്കെ ആണെങ്കിൽ, ലെവൽ കലക്ടർ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോ വന്ന് ഉപദ്രവിക്കാൻ വരില്ല. മോൾക്കും തിരിച്ച് ആക്രമിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അവളെ രക്ഷിക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ മിസൈലും ഈ റോക്കറ്റുകളും ഒക്കെ സംഭരിക്കുന്നത് അങ്ങോട്ട് പോയി ആക്രമിക്കാനല്ല, മറിച്ചോ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ നല്ലതുപോലെ കൊടുത്തിട്ട് വിടാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. റിപ്പബ്ലിക് ഡേ പരേഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാ സൈന്യത്തിന്റെയും ആയുധങ്ങൾ ഡിസ്പ്ലേ ചെയ്യും, അല്ലേ? ആ റോഡിൽ കൂടി ഇങ്ങനെ പോവില്ലേ? എല്ലാ രാജ്യങ്ങൾക്കും ഉള്ള മുന്നറിയിപ്പാണ്, ഞങ്ങൾ ആരെയും അങ്ങോട്ട് ആക്രമിക്കില്ല, ഇങ്ങോട്ട് ആക്രമിച്ച ഈ സാധനങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ കരുത്ത് നമുക്ക് വേണം. ഈ കരുത്തുണ്ടെങ്കിലേ നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കാതിരിക്കും. അതുകൊണ്ട് തന്നെ ശക്തി നമുക്ക് വളരെ ആവശ്യമാണ്. ശക്തി സംഭരിക്കേണ്ടത് നമുക്ക് വളരെ ആവശ്യമാണ്. ഇതുപോലെയുള്ള അറിവുകൾ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങള് വായിക്കണം, പഠിക്കണം, എന്നിട്ട് അതിന്റെ തത്വത്തെ ആഴത്തില് മനനം ചെയ്യണം. ഞാന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, ജീവിതത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? പരിഹാരമല്ലേ വേണ്ടത്, അല്ലെ? ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ചിലർക്ക് കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടായിരിക്കാം, ചിലപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കാം. ഭർത്താവ് നഷ്ടപ്പെട്ടവര് കാണും, ഭാര്യ നഷ്ടപ്പെട്ടവര് കാണും, അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ടവര് കാണും. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഭർത്താവുമായിട്ട് ചേർന്ന് പോകാതിരിക്കുക, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെ, ഞാൻ കോളേജ് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോടുകൂടി ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പരിഹാരം വേണം. പരിഹാരത്തിനായിട്ട് നിങ്ങൾ ഇത്രയും കാലം പഠിച്ച കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിളോ, ഫിസിക്സിന്റെ ലാബ് എക്സ്പെരിമെന്റ്, മാത്തമാറ്റിക്സിന്റെ പ്രോപ്പർട്ടീസ്, സൈൻ തീറ്റ, കോസ് തീറ്റ, നമ്മൾ ഇത്രയും കാലം പഠിച്ച പുസ്തകങ്ങൾ ഇതൊക്കെ എടുത്ത് റെഫർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഞാന്, നിങ്ങൾ വിചാരിക്കരുത് ഇന്നത്തെ എഡ്യൂക്കേഷൻ തള്ളി പറയുവാണ്. ഞാന് മാനേജ്മെന്റിലാണ് എന്റെ PG. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന കാറുകളും വണ്ടികളും അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കസ്റ്റമറിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും മാർക്കറ്റിംഗും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസും ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഞാൻ തന്നെ പറയുന്നു, നമ്മുടെ സിലബസിൽ ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള പഠനം ഇല്ല. ശരിയല്ലേ? എപ്പോഴെങ്കിലും ഉണ്ടോ? പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പഠിക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമ്മൾ തോന്നിയിരിക്കുന്ന ഈ സൈൻ തീറ്റ, കോസ് തീറ്റ ഒക്കെ പഠിച്ചിട്ട് എന്താണോ പ്രയോഗം, ഇതൊക്കെ ആരാണോ കണ്ടുപിടിച്ചത്, അങ്ങനെ കൈ കിട്ടിയ ഞാൻ ശരിയാക്കിയേനെ, ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ എല്ലാവരും പറയുന്ന ഡയലോഗുകളാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പോരായ്മയാണ്.
ഞാനൊരു 25 വർഷമായിട്ട് കോളേജിലെ അധ്യാപികയാണ്. അതുകൊണ്ട് കൂടുതൽ തിരിച്ചറിവുണ്ടായി എന്ന് പറയാം. നമ്മളുടെ സിലബസ് ഇങ്ങനെയല്ലായിരുന്നു. ശ്രീമദ് ഭാഗവതം എടുത്ത് ശ്രീകൃഷ്ണന്റെ സിലബസ് നോക്കുക. ശ്രീകൃഷ്ണൻ വേദവും വേദാംഗങ്ങളും എല്ലാം പഠിച്ചതിന് ശേഷം 64 ദിവസം കൊണ്ട് 64 കലകൾ പഠിച്ചു. ഈ 64 കലകൾ എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ വിദ്യാഭ്യാസം എന്ന് വേണമെങ്കിൽ പറയാം. രഥം എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുക, കാറൊക്കെ, ബെഡ് എങ്ങനെയാണ് ഒരുക്കുന്നത്, മുഖത്ത് എങ്ങനെ ചായം വിടണം, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ. കൃഷി എങ്ങനെ ചെയ്യണം, എങ്ങനെ വസ്ത്രം തയ്ക്കണം, അതുപോലെ തന്നെ ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം പഠിക്കുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം. നമ്മുടെ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മരണം, അല്ലെ? ശ്രീമദ് ഭാഗവത് എന്താ കാണിക്കുന്നത്? പരീക്ഷത്തിനോട് പറയുകയാണ് 7 ദിവസത്തിനുള്ളിൽ അങ്ങ് തക്ഷകന്റെ കടി ഏറ്റുമരിക്കും. 7-ാം ദിവസം തക്ഷകനല്ല, ആരുമാണെങ്കിലും വന്ന് കടിച്ചോട്ടെ, ഞാൻ റെഡി. ഇങ്ങനെ മരണത്തെ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടക്കുന്നത് ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ പറ്റിയാണ്. മസാച്യൂസെറ്റ്സ് പോലുള്ള യൂണിവേഴ്സിറ്റികളിലെ മരണത്തിനെ പറ്റി, ഇതിനെ എങ്ങനെ നേരിടാം. നമ്മളുടെ കഠോപനിഷത്തില് നചികേതസിന് യമദേവൻ പറഞ്ഞു കൊടുക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് നാശയില്ല, ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. ഈ പഠനമൊക്കെ പണ്ടേ നമ്മുടെ ആചാര്യന്മാര് നമുക്ക് തന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ സിലബസില് ഇപ്പൊ ഇന്ന് തന്നെ ഈ കുറച്ചു കാലം മുമ്പ് കൊറോണ വന്നപ്പോൾ എന്താണ്, പലർക്കും ജോലി പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ജോലി മാത്രമേ ചെയ്യാൻ അറിയൂ, വേറെ ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല, അല്ലേ? അപ്പൊ ഇന്നൊരു ചുരിദാറൊക്കെ തയ്ച്ചു കിട്ടണമെങ്കിൽ എന്താ വില? നമ്മളിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചുരിദാർ തന്നെ തയ്ച്ചെടുക്കാം. അന്ന് വൊക്കേഷണൽ വിദ്യാഭ്യാസത്തിൽ ഇതെല്ലാം പഠിപ്പിക്കാം. തയ്ക്കാൻ പഠിപ്പിക്കും, കൃഷി ചെയ്യാൻ പഠിപ്പിക്കും, കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യാം. എല്ലാ തരത്തിലുമുള്ള വിദ്യാഭ്യാസം, അതായത് ജീവിതത്തിലെ പ്രശ്നങ്ങളെയും നേരിടാനുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്ത്? ഈ സിലബസ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? അലക്സാണ്ടർ ചക്രവർത്തി അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു, ഭാരതത്തിൽ നിന്ന് ഒരു നല്ല ഗുരുവിനെ കൂട്ടിക്കൊണ്ടുവരും. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല, കൊല്ലാമ്പാണ്. ഗുരു ആരെങ്കിലും വിളിച്ചാൽ അങ്ങോട്ട് വരുമോ? പിന്നെയോ അദ്ദേഹം ഓരോരുത്തരെ കീഴടക്കാൻ തുടങ്ങി, അല്ലെ? ഒരു സന്യാസി വര്യനെ കണ്ടു, അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇപ്പൊ ഞാൻ കൊല്ലും, അദ്ദേഹത്തിന്റെ എല്ലാം തരണം എന്നൊക്കെ പറഞ്ഞപ്പോ കൊണ്ടുക്കോ, എന്ത് വേണേ കൊല്ലുന്നു എന്നൊക്കെ കൊന്നു. ഒന്നും ഒരു വിഷയമില്ല, ഇവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല ജീവിതത്തിൽ എന്ന് ഇവർക്ക് മനസ്സിലായി, ബ്രിട്ടീഷുകാർക്ക്. കാരണം ഇതൊന്നും നമുക്കല്ല പ്രധാനം. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് തോന്നി, ഇവരെ തോൽപ്പിച്ചാലേ അടിമകളാക്കി വയ്ക്കാൻ സാധിക്കും, അല്ലെ? ഇവിടെ കോളനി സ്ഥാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് സിലബസിൽ നിന്നും ജീവിതത്തെ പറ്റിയുള്ള വിദ്യാഭ്യാസം അവരെ എടുത്തു മാറ്റി. സിലബസിന് 2 പാർട്ടുണ്ടായിരുന്നു, സ്റ്റഡി ഓഫ് ലൈഫ്, സ്റ്റഡി ഫോർ ലൈഫ്. സ്റ്റഡി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തെ പറ്റിയുള്ള വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സ്റ്റഡി ഫോർ ലൈഫോ, ജീവിക്കാനായിട്ടുള്ള വിദ്യാഭ്യാസം. ഇന്നത്തെ സിലബസ് കൊണ്ട് നന്നായിട്ട് പഠിച്ചാൽ നല്ല ജോലി കിട്ടും, ജീവിക്കാൻ പറ്റും. ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ആഹാരം വേണം. ആഹാരം കഴിക്കണമെങ്കിൽ പൈസ വേണമെങ്കിൽ ജോലി വേണം. ഇന്നത്തെ സിലബസ് അനുസരിച്ച് നന്നായിട്ട് പഠിച്ചാൽ ജോലി കിട്ടും, ശരിയല്ലേ? പക്ഷേ നന്നായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലോ? ഈ അടുത്ത കാലത്തായിട്ട് നടന്ന കുറച്ച് ആത്മഹത്യകൾ പറയാം. കുറച്ചു കാലം മുമ്പ് ഒരു പെൺകുട്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ കിട്ടിയിട്ട് അത് പൂർത്തിയാക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് MDക്ക് കിട്ടി. ആ കുട്ടി കാമുകൻ, ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് ആത്മഹത്യ. അതായത് പ്രേമമായിരുന്നു. വിവാഹം കഴിക്കാറായപ്പോൾ ഇവന്റെ വീട്ടുകാരൻ വളരെ വലിയ സ്ത്രീധനം ചോദിച്ചു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ സാധിക്കില്ല. തന്റെ വീട്ടുകാർ വിഷമിക്കുന്നത് കണ്ട് ഈ പെൺകുട്ടി ഇവനെ മറക്കാനും സാധിക്കില്ല, ആത്മഹത്യ. കുറെ കാലം കഴിഞ്ഞ് നമ്മൾ കണ്ടു ഒരു ഡെപ്യൂട്ടി കളക്ടർ ആത്മഹത്യ, അല്ലെ? ഒരു മീറ്റിംഗിൽ അപമാനിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ആത്മഹത്യ. അത് കഴിഞ്ഞ് ഷൈനി എന്ന് പറയുന്ന നേഴ്സ് 2 പെൺകുട്ടികളെയും കൊണ്ട് ആത്മഹത്യ. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലിയുള്ള 25 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി കാമുകൻ പറ്റിച്ചു എന്ന് പറഞ്ഞ് ആത്മഹത്യ. ഇവരൊക്കെ എത്രമാത്രം വിദ്യാഭ്യാസം ഉള്ളവരാണ്? ആത്മഹത്യ ചെയ്യുന്നവരിൽ കൂടുതൽ നോക്കിയാൽ മിഡിൽ ക്ലാസ്സിന് മുകളിലേക്കുള്ളവരാണ്. ഇവർക്കെല്ലാം നല്ല വിദ്യാഭ്യാസമുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS കിട്ടണമെങ്കിലോ, നീറ്റ് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് ഈസി? ഒട്ടും എളുപ്പമല്ല.
അപ്പോൾ പിന്നെ നമ്മൾ അവരോട് ചോദിക്കേണ്ടി വരുന്നു, ഇത്രയും കാലം അപ്പോൾ ഇവർക്ക് നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയ വിദ്യാഭ്യാസം എന്തായത്? ആദ്യം ജീവിച്ചിരുന്നാലല്ലേ ഡോക്ടർ ആകാൻ പറ്റും, അല്ലെ? അപ്പൊ സ്റ്റഡി ഓഫ് ലൈഫ് ആണോ സ്റ്റഡി ഫോർ ലൈഫ് ആണോ പ്രാധാന്യം? സ്റ്റഡി ഓഫ് ലൈഫ്, ജീവിതത്തെ പറ്റിയുള്ള വിദ്യാഭ്യാസം. ആദ്യം എങ്ങനെ ജീവിക്കാൻ പഠിക്കണം. മനസ്സ് ചത്തതിൽ ഒപ്പുമേയും ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമുണ്ടോ? നല്ല രീതിയിൽ മനസ്സമാധാനത്തോടു കൂടി ജീവിച്ചാൽ നമുക്ക് നമ്മളുടെ ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റഡി ഓഫ് ലൈഫിന് പ്രാധാന്യം കൊടുക്കണം. പക്ഷേ നമ്മുടെ സ്കൂളിലും കോളേജിലും നമുക്കിന്ന് സ്റ്റഡി ഓഫ് ലൈഫ് ഇല്ല, സിലബസിൽ നിന്നും മാറ്റി. പക്ഷേ സ്കൂളിലേക്കും കോളേജിലേക്കും കുട്ടികളെ വിടുമ്പോൾ നമ്മളുടെ വിചാരം അവർക്കെല്ലാം കിട്ടുന്നുണ്ടെന്നോ? ഈ ജീവിതത്തെ പറ്റിയുള്ള വിദ്യാഭ്യാസം എവിടെ നിന്ന് കിട്ടും? അത് മതപാഠശാലയിൽ നിന്നും, ഇതുപോലെ സപ്താഹത്തിൽ നിന്നും, അതുപോലെയുള്ള ആചാര്യന്മാരുടെ വാക്കുകളിൽ നിന്നും, നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിൽ നിന്നും ലഭിക്കും. അതാണ് ഇതിന്റെ പ്രാധാന്യം. നമ്മളൊക്കെ ഇന്നും ഇത് വരുന്നത് മണ്ടന്മാരായതുകൊണ്ടല്ല. പുതിയ ജനറേഷൻ ചോദിക്ക് കാട്ടിലും ഗുഹയിലും എഴുതിയവർ പറയുന്നതിന് ഈ മോഡേൺ ന്യൂ ജെൻ വേൾഡിൽ എന്താണ് പ്രസക്തി എന്ന്. സത്യം പറഞ്ഞാൽ കലിയുഗത്തിന്റെ അവസാന ദിവസം വരെ പ്രസക്തിയുള്ളത് ഇതാണ്. സൈന്യന്റെ ക്വസ്റ്റ്യൻ എപ്പോ മാറുന്നു പറയാൻ പറ്റില്ലേ? ഞാൻ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഓരോ തീറൊക്കെ എത്രാമത്തെ പ്രാവശ്യം മാറുന്നതെന്ന് അറിയാമോ? പക്ഷെ ഇത് മാറില്ല. ധാരാളം വേദിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. എങ്കിലും ആരെങ്കിലും കേട്ടിട്ടില്ല എങ്കിൽ പറയാം. ഇതിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് പ്രസക്തി ഉണ്ടോ, നാളെ പ്രസക്തി ഉണ്ടോ എന്ന് നോക്കാം. സീതാദേവിയുടെ ചരിത്രം. സീതാദേവിക്ക് എങ്ങനെ രാവണൻ സീതാദേവിയെ എങ്ങനെ തട്ടിക്കൊണ്ടുപോയി? രാവണൻ സീതാദേവിയുടെ മുന്നിൽ സന്യാസിയുടെ രൂപം ധരിച്ചു വന്ന് വിശേഷമൊക്കെ ചോദിച്ചപ്പോ ഫുൾ ബയോഡേറ്റ അവിടെ നിന്ന് വർണ്ണിച്ചു, അല്ലേ? എന്നിട്ട് രാവണൻ പറയുന്ന എല്ലാം വിശ്വസിച്ചു. രാവണന്റെ വേഷം കണ്ട് വിശ്വസിച്ചു, രാവണൻ തട്ടിക്കൊണ്ടുപോയി. ഇവിടെ വാൽമീകി മഹർഷി പറയുന്നു, എങ്ങനെയുള്ള പുരുഷനെ വിശ്വസിക്കണം? പുരുഷന്മാര് വിഷമിക്കേണ്ട, ഇവിടെ സീതാദേവിക്ക് അബദ്ധം പറ്റിയോണ്ടാണ്. നിങ്ങൾ തിരിച്ചെടുത്തോളൂ, എങ്ങനെയുള്ള സ്ത്രീയെ വിശ്വസിക്കണം. വേഷം വിശ്വസയിൽ പറഞ്ഞു, വേഷോ ദോഷായ കൽപ്പതേ രാവണോ വട്ടിരൂപേണ ജഹാസ ജനകാത്മജ. വാൽമീകി മഹർഷി പറയുന്നു, ഒരിക്കലും ഒരു പുരുഷനെ അവന്റെ വേഷം കണ്ട് വിശ്വസിക്കണേ. നല്ല BMW കാറിലും ഒക്കെ നല്ല സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വരും. ഇന്ന് കുട്ടികളൊക്കെ എങ്ങനെയല്ലേ? ഇൻസ്റ്റയിലും നല്ല നല്ല റീൽസ് ഒക്കെ ചെയ്യും, നല്ല വേഷം ഒക്കെ ഇട്ട് വരും. പെൺകുട്ടികൾ ഇത് കാണുമ്പോഴേ അങ്ങ് വീഴും. ഭാഷണം കേട്ട് വിശ്വസിക്കരുത്. അവൻ പറയുന്നത് കേട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത്. ചാറ്റിങ്ങിന്റെ കാലം, അല്ലെ? ആളെ പോലും കാണില്ല, ചാറ്റ് ചെയ്യും, അടുത്ത ദിവസം അവന്റെ കൂടെ പോണെന്നും പറഞ്ഞ് ബഹള. ഇത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു? ത്രേതായുഗത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. മറിച്ച് അവന്റെ മനസ്സ് മനസ്സിലാക്കണം. കുറച്ച് സമയമെടുത്ത് നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ നമ്മളൊരാളെ സുഹൃത്താക്കണമെങ്കിൽ അവനെ പതുക്കെ നമ്മൾ ഒബ്സർവ് ചെയ്ത് അവന്റെ രീതികളൊക്കെ മനസ്സിലാക്കി, അവന്റെ മനസ്സ് മനസ്സിലാക്കി, അവൻ സത്യസന്ധനാണോ എന്ന് മനസ്സിലാക്കി മാത്രമേ അവനെ വിശ്വസിക്കാവൂ. കണ്ണടച്ച് വിശ്വസിക്കരുത്. ഈ ഒരു പാഠം വാൽമീകി രാമായണത്തിലുള്ളതാണ്. ഇന്ന് പ്രാധാന്യമുണ്ടോ? സത്യം പറഞ്ഞാൽ അന്ന് ഒരു സീതാദേവിക്കേ പറ്റിയുള്ളൂ. ഇന്ന് ലോകത്തിൽ ഒരു ദിവസം എത്ര പെൺകുട്ടികളാണ് ഇതുപോലെ ചന്തക്കുഴിയിൽ ഈ ഇത് ശ്രദ്ധിക്കാത്തോണ്ട് വീഴുന്നത്. അപ്പൊ രാമായണത്തിന് ത്രേതായുഗത്തിലാണോ ഇന്നാണോ പ്രസക്തി കൂടുതൽ? ഇന്നാണ് പ്രസക്തി കൂടുതൽ, അല്ലെ? ഇനി വരാൻ പോകുന്ന ദിവസങ്ങളില് കലികാലം മൂർച്ഛിക്ക് വഴിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന് പറയും. മൂർച്ഛിക്കാൻ പോകുന്നേ ഉള്ളൂ. കലികാലത്തിന്റെ അവസാന ദിവസം വരെ അടുത്ത ശത്രുയുഗത്തിലും ഇതിന് പ്രസക്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാമനെ നെഞ്ചോട് ചേർക്കുന്നത്, അല്ലാതെ നമ്മൾ ആരും വിവരമില്ലാത്തവരായതുകൊണ്ടല്ല. അതുകൊണ്ട് കുട്ടികളോട് പറയുന്നു, കുട്ടികൾക്ക് പലപ്പോഴും ഈ IB-യിലെ ഉദ്യോഗസ്ഥ തന്റെ പ്രശ്നമൊന്നും അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ തീരുമായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് ഡിഗ്രിയും PG ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ തോന്നലാണ് അച്ഛനും അമ്മയും 10ാം ക്ലാസ് മുസ്തിയാണ്, വിവരമില്ലായ്മ. പക്ഷെ അവര് പഠിച്ചിരിക്കുന്നത് ജീവിത പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള സിലബസ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഏത് പ്രശ്നത്തിനും സൊല്യൂഷൻ ചോദിക്കുന്ന ആരോടാണ്? ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവരോടല്ലേ. ജീവിത പ്രശ്നങ്ങളിൽ സൊല്യൂഷൻ ആരോട് ചോദിക്കണം? കൂടുതൽ ജീവിച്ചവരോട് ചോദിക്കണം. അതുകൊണ്ടാണ് അച്ഛനമ്മമാര് പറയണ, നിന്നേക്കാളും 10 രൂപ ഞാൻ കൂടുതലുണ്ടെന്നാണ്. അതുകൊണ്ട് നമുക്ക് വിവരമില്ല എന്ന് കുട്ടികൾ പറയുമ്പോൾ അത് കേട്ട് നമ്മൾ സമ്മതിച്ചിരിക്കരുത്. കാരണം അവർക്ക് കിട്ടിയിരിക്കുന്നത് പുസ്തക ജ്ഞാനമാണ്, ജോലി കിട്ടാനുള്ള ജ്ഞാനമാണ്. ജീവിത പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള അറിവ് അവർക്ക് കിട്ടിയിട്ടില്ല.
അതുകൊണ്ടാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ മതപാഠശാലയിലും ഒക്കെ വിടാന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി ചതിക്കപ്പെടരുത്. ഞാൻ പോകുമ്പോ പലരും പറയാറുണ്ട്, റിട്ടയർമെന്റിന് ശേഷം വേണം രാമായണം പഠിക്കാൻ. സീതയ്ക്ക് പറ്റിയ അബദ്ധം തനിക്ക് പറ്റരുത് എന്നുള്ളത് റിട്ടയർമെന്റിന് ശേഷം പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? മക്കളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. തന്റെ ജീവിതത്തിലെ കാര്യമൊക്കെ കഴിയും. ശരിയല്ലേ? അതുകൊണ്ടാണ് നമ്മളോട് ആചാര്യന്മാർ പറയുന്നത് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഇതുപോലുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. ഇത് മാത്രമല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വിവേചന ബുദ്ധിയോടുകൂടി കരുത്ത് കാണിച്ച് ഹിന്ദുവിന്റെ ഒരു തോന്നൽ എന്ത് പറഞ്ഞാലും പ്രതികരിക്കരുത് എന്നാണ് ടോളറൻസ്. ഈ ടോളറൻസ് കൂടിയതാണ് എല്ലാവരും നമ്മുടെ നെഞ്ചിൽ കയറി നിരക്കാൻ കാരണം. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ജീവിതത്തില് എന്റെ കുറച്ച് കാഴ്ചപ്പാടുകൾ പറയും. എന്റെ ഇത് തന്നെയാണ്. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് എന്റെ വിചാരം ആരോടും ഒന്നും പറയരുത്, ആരോടും അത് എതിർത്തൊന്നും പറയരുത്. പിന്നെ വളരെ ഇമേജ് കോൺഷ്യസ് ആണ്. ഞാൻ എങ്ങനെ ഒച്ചയൊക്കെ പൊക്കി പറഞ്ഞാൽ എല്ലാവരും എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടൊക്കെ പറയില്ലേ അല്ലെ? മറ്റുള്ളവരെ പറ്റി നല്ലത് മാത്രം പറയിക്കണം. അതുകൊണ്ട് പ്രതികരിക്കേണ്ടത് പോലും മിണ്ടാതിരിക്കണം. ഇങ്ങനെയുള്ള ഒരു സ്വഭാവമായി പെട്ടെന്നാണ് എന്റെ ജീവിതത്തില് ഇത് ലൈവാണോ? അല്ല, ഓക്കെ. പെട്ടെന്നാണ് ഞാനിവിടെ കുറച്ചു പേരോട് പറഞ്ഞു, ഇവിടെ വിഷമിക്കാൻ വേണ്ടി പറയുന്നതല്ല. 6 വർഷം മുമ്പ് എന്റെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചത്. ജോലി പോയെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ജീവിതം എടുത്തു മറിച്ച സംഭവങ്ങള്. 2 പെൺകുട്ടികൾ 10ലും 6ലും ഒക്കെ. അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞ് ആധ്യാത്മികമായിട്ട് ചെറുപ്പം തൊട്ട് അടിത്തറയില്ലെന്നുകൊണ്ട് ഇതിനെല്ലാം ആൻസർ അറിയാം. കുറ്റപ്പെടുത്താൻ എല്ലാ കുടുംബം എല്ലാം സപ്പോർട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കോളേജില് വീണ്ടും ജോയിൻ ചെയ്തു. കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ ഒരു ദിവസം പ്രിൻസിപ്പൽ എന്നെ റൂമിലേക്ക് വിളിച്ചിട്ട് പ്രിൻസിപ്പൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, സെന്റ് ഐ വാണ്ടഡ് ടു ടെൽ യു സംതിങ്. സാറ് ഈ അമേരിക്കയിലായിരുന്നു 14 വർഷം കൊണ്ട് കൂടുതൽ ഇംഗ്ലീഷിലൊക്കെയാണ് സംസാരിക്കുക. പഴയ ചീഫ് സെക്രട്ടറി ആർ രാമേന്ദ്രൻ നായർ IAS അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ്. വെരി പയസ് പേഴ്സൺ, രമണ മഹർഷിയുടെ ഡിവോട്ടിയൊക്കെയാണ് അദ്ദേഹം. കുറെ വർഷമായിട്ട് നമ്മൾ കോളേജിലുള്ളപ്പോൾ നമ്മളുടെ സ്വഭാവമൊക്കെ ഒബ്സർവ് ചെയ്യുമല്ലോ. അതേ പറഞ്ഞു, സരിത എനിക്ക് സരിതയോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ട് ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വരും അല്ലെ? പലതരത്തിൽ വരും. വീട്ടിലാണെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിലും പലതരത്തിലുള്ള സമീപനങ്ങൾ വരും, പലതരത്തിലുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരും. സരിത ആദ്യം തന്നെ ചെയ്യേണ്ടത് നോ പറയേണ്ടത് നോ പറയാൻ പഠിക്കണം, കരുത്ത് കാണിക്കണം. കുട്ടികളെയും വളരെ ഇന്നസെന്റ് ആയിട്ട് വളർത്തരുത്. അവർക്കും ചതിക്കുഴികളെല്ലാം പറഞ്ഞു കൊടുത്ത് വളർത്തണം. അത് അത്യാവശ്യം ഞാനിതെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്കാണെങ്കിൽ ഞാന് എന്തെങ്കിലും ഒന്ന് ഒരാളോട് തിരിച്ചു പറഞ്ഞു എന്ന അറിവിൽ പറയുന്നത് പോലെ എനിക്ക് വിഷമമാണ്. നമ്മളെ ഒരു പാവം എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയണം. അങ്ങനെ പോലും എന്നെ കുറിച്ച് ഞാൻ ദേഷ്യപ്പെട്ടു എന്ന് പറയേണ്ടത് പോലെ എനിക്ക് വിഷമമാണ്. എനിക്ക് അങ്ങനെ ഒരു ഇമേജ് ഇഷ്ടമല്ല. പക്ഷേ സാർ ഇത് എന്നോട് പറഞ്ഞു. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ ഇത് ഉപയോഗിക്കേണ്ട ചില സ്ഥലങ്ങളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതില് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് കുറെ പഠനങ്ങൾ, ഞാൻ എന്തിനാണ് പറയുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഗ്രന്ഥങ്ങൾ നമ്മളെ എത്ര സഹായിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ ദേഷ്യം എന്ന് പറയുന്ന ഒരു ഭാവം കോളേജിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്ത് ക്ലാസ്സിൽ ചിലവന്മാർ എന്തെങ്കിലും കുർത്തക്കേട് കാണിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? പിന്നെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അപ്പൊ എന്ത് ചെയ്യും? ചില സമയത്ത് ക്ലാസ്സില് ദേഷ്യപ്പെടും. ക്ലാസ്സിൽ ദേഷ്യപ്പെടുന്നതിന് അത്ര ഇമേജ് കോൺഷ്യസ് നമ്മളില്ല, ടീച്ചറാണ് ദേഷ്യപ്പെടുന്നത്. പക്ഷെ അന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേഷ്യപ്പെട്ടിട്ട് റൂമിൽ വന്നാലും ഇതിന്റെ ഒരു വിഷമോ ഒരു ഇറിറ്റേഷനും ഒക്കെയാണ്. അടുത്ത ക്ലാസ്സിൽ പോകുമ്പോഴും ഇതും കൊണ്ടാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോഴാണ് ഭഗവാൻ സഫി സായി ബാബയുടെ പുസ്തകം ഒരെണ്ണം വായിച്ചത്. ഞാനാണ് സ്വാമിയുടെ പുസ്തകം ആദ്യം ഒരെണ്ണം വായിച്ചിട്ട് 1 വർഷം കണ്ടിന്യൂസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർക്കുകയാണ്. കാരണം ഇത്രമാത്രം സ്പിരിച്വാലിറ്റി, ആധ്യാത്മികതയിൽ എനിക്കുണ്ടായിരുന്ന സംശയങ്ങൾ മന്തി ജീവിതത്തിൽ എങ്ങനെ കൃത്യമായിട്ട് കാഴ്ചപ്പാട് ഉണ്ടാക്കാമെന്ന് എനിക്ക് ക്ലിയർ ആക്കി തന്നത് സ്വാമിയുടെ ബുക്കുകളാണ്. അതില് സ്വാമിയുടെ കാര്യം കാണിക്കുന്നു. സ്വാമിയുടെ ഗ്രോട്ടിയായിട്ടുള്ള കസ്തൂരിയുടെ മകളുടെ കുഞ്ഞ് പറയാതെ കളിക്കാൻ പോയി. ഇവൻ പല പ്രാവശ്യം ഈ പരിപാടി കാണിക്കും. അവസാനം വീട്ടുകാരെല്ലാം കിടന്ന് തമ്പും ഇവൻ എവിടെയാണ്. ഇത് പല പ്രാവശ്യമായപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായി. സ്വാമിയുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ഒരു സ്വാമി കുഞ്ഞിനെ കാണുന്നില്ല. ആ സ്വാമി എന്ത് ചെയ്തു? ചട്ടിനൊക്കെ പഴുപ്പിച്ചിട്ട് പിടിച്ചോണ്ട് നിന്നു.
എന്നിട്ട് ഇവൻ തിരിച്ചു വന്നപ്പോ ഇവന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി മേല പറയാതെ പോവുമോ ഒന്ന് ചോദിച്ചു. അപ്പൊ ഇവനാകെ പറച്ചു ആകെ പിടിച്ചു ചട്ടൊക്കെ പുകക്കുന്നാണ് വിചാരം. ഇവൻ എന്താണെങ്കിലും പോകില്ല എന്ന് പറഞ്ഞു. പിന്നെ പോയില്ല. അന്ന് സ്വാമി പറഞ്ഞൊരു കാര്യമായി, അതായത് എല്ലാ മനുഷ്യനും സത്വരജ തമോ ഗുണങ്ങളുണ്ട് അല്ലെ. സത്വഗുണം കൂടിയിരിക്കുന്ന കുട്ടിയായിരുന്നു എങ്കിൽ ഒറ്റ പ്രാവശ്യം പോകരുതെന്ന് പറഞ്ഞാൽ അവൻ പോകില്ല. നമ്മളാണെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ചെയ്യില്ല. ചില കുട്ടികളോ ഒറ്റ ഒരെണ്ണം ഞാൻ കരുതുന്ന കൈ പൊക്കി കാണിച്ചാല് കേൾക്കും. ഇതാണ് രജോ ഗുണമുള്ളത്. തമോ ഗുണമുള്ളതോ 2 കിട്ടിയാലേ കേൾക്കൂ. അതിലും വലിയ രാക്ഷസ പ്രകൃതിയുണ്ട്, എന്തു പറഞ്ഞാലും കേൾക്കില്ല. ഇപ്പൊ സ്വാമി പറഞ്ഞു, അമ്മയ്ക്കറിയാം എത്ര ടോണിൽ ഒച്ച പൊക്കണം, ഇവൻ ഏത് രീതിയിൽ ഡീൽ ചെയ്യണം, എങ്ങനെ പറഞ്ഞാലാണ് ഇവൻ മനസ്സിലാകുന്നത്. സ്വാമി പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, മനസ്സില് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുക, ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് എന്ന് പ്ലാൻ ചെയ്യുക. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിലും കുട്ടികളെ കുറച്ചൊന്ന് മൊക്കമൊക്കെ ഒന്ന് മാറ്റി വഴക്ക് പറഞ്ഞില്ലെങ്കിൽ അവർ ചിലപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കില്ല, അത്ര ഉഴപ്പന്മാരായിരിക്കും. പക്ഷെ സ്വാമി പറഞ്ഞത് അവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മുൻകൂട്ടി മനസ്സിൽ പ്ലാൻ ചെയ്യാൻ, എന്നിട്ട് നന്നായിട്ട് ദേഷ്യം അഭിനയിക്കുക എന്ന് പറഞ്ഞു. ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കും. പ്രാക്ടീസ് ചെയ്തപ്പോ എന്താ സുഖം എന്നറിയാം. എനിക്ക് ഇപ്പൊ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലാണെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്നിട്ട് 2 ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഈ പരിപാടി പറ്റില്ല, എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്നൊക്കെ പറയും. അപ്പൊ ഞാൻ വിചാരിക്കും അവന്റെ നല്ലതിനാണ്. ഞാനൊരു അമ്മയുടെ മനസ്സ്, ഒരു അധ്യാപികയുടെ മനസ്സ് അവിടെ ഇടുന്നു. ഇന്നൊക്കെ തിരിച്ചു പോരുമ്പോഴേക്കാണ് നമ്മുടെ മനസ്സ് വളരെ ശാന്തമാണ്. ശക്തി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ തിരിച്ചറിവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നോട് സൈഡ് എത്ര പാവമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും സന്തോഷം തോന്നാറില്ല. എനിക്ക് എത്ര പാവമായിട്ടിരിക്കാൻ നല്ല താല്പര്യം. എവിടെയാണോ എല്ലായിടത്തും പോയി ബഹളം വെക്കണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. പക്ഷെ എവിടെയാണോ പ്രവർത്തിക്കേണ്ടത് അവിടെ നമ്മൾ കരുതലാണ്. അതാണ് സ്ത്രീ ശക്തി സ്വരൂപിണിയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കേണ്ട ഒരു സംഭവം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാല് എന്റെ ഈ ചുമയുടെ എല്ലാം കാരണം ഞാൻ ഈയിടെ കൈലാസ് മാനസരോവർ പോയിരിക്കുകയായിരുന്നു. പോയി വന്ന ഉടനെ നവരാത്രിയായപ്പോ കണ്ടിന്യൂസ് പ്രഭാഷണമായി, വോയിസ് റെസ്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കുത്തി ചുമയുള്ളത്. അപ്പൊ കൈലാസ യാത്രയ്ക്ക് പോയപ്പോൾ 3 ദിവസത്തെ പരിക്രമയാണ്. ആദ്യത്തെ ദിവസം 14 കിലോമീറ്റർ, രണ്ടാമത്തെ ദിവസം 22 കിലോമീറ്റർ, അടുത്ത ദിവസം 7 കിലോമീറ്റർ. കുറച്ചു ദൂരം കുതിരപ്പുറത്ത് പോകാം, കുറച്ച് നടക്കേണ്ടി വരും, കൂടുതൽ സമയം കുതിരപ്പുറത്ത് പോകാം, നടക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ കൂടെ ഒരു ഓപ്പോൾ ഉണ്ടായിരുന്നു, ലതാകുമാരി ലത ഓപ്പോൾ, ചേനാസ് കുടുംബത്തില്, ചേനാസ് തന്ത്രി കുടുംബം ഇല്ലേ അവിടുത്തെയായി. ഈ ലത ഓപ്പോളുടെ കുതിരക്കാരനുണ്ട്, എനിക്കൊരു കുതിരക്കാരനൊക്കെ ഉണ്ട്. എന്റെ കുതിരക്കാരനാണെങ്കിൽ ഒരു പയ്യനെ. ഈ ലത ഓപ്പോൾക്ക് കിട്ടിയത് ഒരു തിരുമാലി പയ്യൻ. ഇവൻ ഇത് ലതയോൾക്കൊക്കെ ആണെങ്കിൽ 19 വയസ്സ് ആയിട്ടുണ്ട്, 60 വയസ്സിനോട് അടുപ്പാണ്. ഇവനാണെങ്കിൽ എപ്പോ നോക്കിയാൽ ഈ ലതയോപ്പോളിനെ ചീത്ത വിളിക്കുന്നതാണ് പരിപാടി. അവസാനം നമ്മള് ഈ ഏറ്റവും ഉയരത്തിലുള്ള പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ 5 കിലോമീറ്റർ ചെങ്കുത്തായ ഇറങ്ങണം. കുതിരപ്പുറത്തല്ല, നടന്നാണ്. ശരിക്കും കുതിരക്കാരൻ കൂടെ നിൽക്കണം. ഇവൻ സൺമിട്ട് ലതയോപ്പോളുടെ ഭക്ഷണം ഞങ്ങൾക്ക് ക്രൂ തന്നുവിട്ടുന്ന ഭക്ഷണം, വെള്ളം എല്ലാം ഇവന്റെ കയ്യിൽ. ഇവൻ ഏതെങ്കിലുമൊക്കെ വഴിക്ക് പോകും. എന്നിട്ട് എപ്പോ കണ്ടാലും ചാട്ടമാണ്, ഗോ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലതയോപ്പോൾക്ക് ചാട്ടാണ്. ലതയോപ്പോളുടെ സമാധാനമേ. കുതിരപ്പുറത്ത് ഇരുന്നാലും ഇത് തന്നെ പ്രശ്നം, എന്ത് ചെയ്താലും പ്രശ്നം. ഇവൻ ഇങ്ങനെ നിലവിളിക്കണം, വലിച്ചു തുടിച്ച് കുതിര ഓടിച്ചു കൊണ്ടുപോവാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ടൊന്ന് സഹിക്കാൻ പറ്റണില്ല. കാരണം എനിക്ക് എന്റെ അമ്മയുടെ ഓർമ്മയാണ്. അപ്പൊ എന്റെ അമ്മ തലേ ദിവസം ഫോണിൽ ഞാനിവിടെ പറഞ്ഞു, വീഡിയോ കോള് വിളിച്ചപ്പോ അമ്മയുടെ പല്ലൊക്കെ എടുക്കണം. അപ്പൊ എന്റെ ബ്രദർ വിളിച്ചു പറഞ്ഞു, നീയും കൂടി ഇല്ലാത്തപ്പോ അമ്മ ഈ പല്ലൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നീ ഒന്ന് പറഞ്ഞു നോക്കാന്നോ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇപ്പൊ ഞാൻ വന്നിട്ട് മതിയോ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടുത്തെ കാര്യം മുഴുവൻ ഞാൻ മാനേജ് ചെയ്തോളാം. നീ കൈലാസം വിളിക്കല്ലേ, സമാധാനമായിട്ട് കൈലാസം നോക്കിക്കോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്നോ. അപ്പൊ നമുക്കത് കേട്ടിട്ട് ആ അമ്മയോട് നമുക്ക് എന്തുമാത്രം ഒരു ഭാവമായിരിക്കും അല്ലെ. ഇത്ര മനസ്സമ്മ 15 ദിവസത്തെ യാത്രക്കാണ് പോയിരിക്കുന്നത്. ഇളയ മോളും കൂടെ ഉണ്ട്, അമ്മയാണ് എല്ലാ കാര്യവും നോക്കുന്നത്. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, ഇവിടുത്തെ കാര്യമൊന്നും നീ ഓർത്ത് വിഷമിക്കണ്ടെന്നോ. അപ്പൊ ഇത്രയും അമ്മയാണ് എല്ലാ ദിവസവും ജപിക്കുകയാണ്, പരിക്രമ പൂർത്തിയാക്കാൻ പറ്റണം ഇതൊക്കെ.
അപ്പൊ എന്റെ അമ്മ ഇത്രയും പ്രാർത്ഥനയോടുകൂടി എന്നെ വിട്ടിരിക്കുമ്പോ ഈ ലതയോപ്പോളോട്ടുള്ള ഈ ബഹളം എനിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. അവസാനം കുറെ കഴിഞ്ഞ് ഞാൻ ഒരിടത്ത് വെച്ച് ലതയോപ്പോളിനെ കണ്ടുപിടി, ആകെ ഒരു ചോക്ലേറ്റ് ഉണ്ട് കയ്യില്, വേറെ ഒന്നുമില്ല. കഷ്ടപ്പെട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഞാനും കൂടെ കൂടി ഞങ്ങളിങ്ങനെ ഇറങ്ങി ഒരു പാടത്തൊക്കെ ഇരുന്നത് ഇവൻ എവിടുന്നോ പ്രത്യക്ഷപ്പെട്ടു. ഈ കുതിരട്ടാ ഇവൻ ലതയോപ്പോളിനെ കണ്ടതിനുണ്ട് ചാട്ടം. അവന് വേഗം പോണം, അവൻ ഈ ജോലി തീർത്തിട്ട് ഇന്നത്തെ കുതിര ഓട്ടം നിർത്തണം. 2 ചാട്ടം വെച്ചു. ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവനെ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. ഞാൻ അപ്പോഴത്തേക്ക് അവിടെ എനിക്ക് അത്യാവശ്യം ഹിന്ദി സംസാരിക്കാനാണ്. കാക്കയ്ക്ക് ഒന്നും അറിയത്തില്ല, എങ്കിൽ അതൊന്നും ചിലപ്പോൾ ശരിയാവില്ല. പക്ഷെ അത്യാവശ്യം ഹിന്ദി നന്നായിട്ട് സംസാരിക്കാനാണ്. ഞാൻ എന്ത് ചെയ്തു, ഇവന്റെ എന്റെ മുഖഭാവമൊക്കെ മാറ്റിയിട്ട് ഞാൻ വിചാരിച്ചു ഭഗവാൻ തന്ന ഐഡിയ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സമയമായിരുന്നു. ഞാൻ ഇവരോട് 2 ചാട്ടം ചാടി. ഞാൻ മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ കംപ്ലൈന്റ് ചെയ്യും, അങ്ങനെ. അപ്പൊ ഇവന് മുഴുവൊന്നും മനസ്സിലായില്ല. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഇവന് എന്തോ ഞാൻ ദേഷ്യപ്പെടുവാണെന്ന് മനസ്സിലായി. പക്ഷെ ഇവൻ സാധാരണ എല്ലാ പെണ്ണുങ്ങളോടും 2 ചാട്ടം ചാടിയേ നിൽക്കും എന്നുള്ളതുകൊണ്ട് ഇവൻ എന്നോട് വീണ്ടും ചാടി. ഇവൻ എന്നോട് ചാടിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ മുകളിൽ ഞാൻ വാണിംഗ് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇനി ഇവരെ എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ഈ കുതിരപ്പരിപാടി നിൽക്കും, ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യും. അതുകൊണ്ട് മര്യാദയ്ക്ക് വേണ്ട രീതിയിൽ അവരെ കൊണ്ടുപോയില്ലെങ്കിൽ നിനക്കൊക്കെ പണി കിട്ടുന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് നന്നായിട്ട് ഒച്ച വെച്ചു. അപ്പോഴത്തേക്ക് ഇവര് ചെറിയൊരു പരിഭവമായി. പരിഭവമായി കഴിഞ്ഞാൽ വേഗം കയ്യിലിരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കാൻ ലതയോപ്പോൾ കൊടുക്കും. ലതയോപ്പോൾ കൊടുക്കും, അവൾക്കും കൂടെ കൊടുക്കാം. കൊടുക്കത്തില്ലെന്നോ, എന്നോട് ദേഷ്യമല്ലേ, കൊടുക്കത്തില്ലെന്നോ. ഞാൻ പിന്നെ വേണ്ട ലതയോപ്പോൾ, എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ള ലതയോപ്പോൾക്ക് പറയുന്നത് ഒരു കൈലാസം പോകാൻ വന്നിട്ട് ഈ മനസമാധാനം ഇല്ലെങ്കിൽ എങ്ങനെയാ. അവസാനം ഇവന് മനസ്സ് മാറി. ഞാൻ പറഞ്ഞു നീ പൊക്കോ, നീ ലതയോപ്പോളിനെ കൂട്ടാൻ നിൽക്കണ്ട, ഞാൻ ലതയോപ്പോളിനെ കൊണ്ടുപോകണം, നീ താഴെ പോയി ടീ ഹൗസിൽ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവൻ ആകെ വരേണ്ടു. ഇവൻ എന്നാണേലും പോയി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ വേറെ നേപ്പാൾ ക്രൂവും ഷട്ടർമാരും ഒക്കെ ഉണ്ട്. ഞങ്ങൾ നിരങ്ങി ഇരുന്നും ഓപ്പോളിനെ പിടിച്ചു പോക്കാൻ ഞങ്ങള് ഈ ടീ ഹൗസിലെത്തി. ടീ ഹൗസിലാണ് ഞങ്ങൾ ലഞ്ച് പാക്ക് ചെയ്ത് കഴിക്കുന്നത്. ഈ കഴിക്കുന്ന സമയത്ത് ലതയൊക്കെ എങ്ങനെയാ വെച്ചാൽ ഭഗവാനെ പറ്റി പറയുമ്പോഴേ കണ്ണുനീര് വരും, വികാരപരവശയാവും. അപ്പൊ ഞങ്ങളുടെ ഈ പരിക്രമ പാതയിലെ 2ാം ദിവസമാണ് ഏറ്റവും ദുഃഖമായിട്ടുള്ള 22 കിലോമീറ്റർ. അതില് ഡ്രോൾമാല എന്ന് പറയുന്ന 19,000 അടി ഓക്സിജൻ പോലും ഇല്ലാത്ത അടിയിൽ കയറിയിട്ട് അവിടുന്ന് 5 കിലോമീറ്റർ കുത്തനെയുള്ള ഇറക്കം നടന്നിറങ്ങുവാണ്. ഈ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളോട് പറയുന്ന ഏറ്റവും ദുഃഖമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുതിരപ്പുറത്ത് നിരപ്പായ സ്ഥലത്ത് കൂടെ 8 കിലോമീറ്റർ പോകണം. അപ്പൊ ഇത് പൂർത്തിയായപ്പോ തന്നെ പരിക്രമ ഏകദേശം പൂർത്തിയായ സന്തോഷമാണ്. ഞങ്ങളെല്ലാം അങ്ങ് റിലാക്സ്ഡ് ആണ്. ലതയൊപ്പം എന്നെ കണ്ടപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി, സന്തോഷം വന്നു. ഈ കുതിരക്കാരൻ ആകെ പേടിച്ച്. ഇവന്റെ പെരുമാറ്റം കൊണ്ടാണ് ലതയൊപ്പോൾ കരയുന്നത്. ഇവനിട്ട് പണി കിട്ടുന്നത്. ഇവൻ അങ്ങോട്ട് വരുന്നു, സോഫയിൽ ലതയോപ്പോളിന്റെ കൂടെ ഇരിക്കുന്നു, എന്നോട് ക്യാവോ എന്താണെന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ വിചാരിച്ചു നീകാരനാണെന്ന്, പിന്നെ കഥ പറയാൻ പറ്റില്ലല്ലോ, നമ്മള് കൈലാസ യാത്രയ്ക്ക് പോയിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവന്റെ വിചാരം അത് കഴിഞ്ഞിട്ട് ഇവനുണ്ടായ പരിവർത്തനം. പിന്നെ ഒരാളെ കൊണ്ടുപോകുന്നത് പോലെയാണ് ഇവൻ കൊണ്ടുപോയത്. ലതയോപ്പോളാണ് പറയുന്നത് മോളെ സാരയില്ല പോട്ടെ. ലതയോപ്പോൾ എന്താ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാണ് ഞാൻ ഇവരോട് ഒച്ച വെക്കേണ്ടി വന്നത്. എന്റെ താക്കി പോകുമോ, എനിക്ക് ഓക്സിജൻ പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു ലതയോപ്പോളെ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരികയാണ്, എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല. ഞാനിവിടെ എന്റെ ആയുസ്സും എന്റെ ആരോഗ്യം എന്റെ ഇമേജ് നോക്കിക്കൊണ്ടിരുന്നാല് നമ്മൾ തെറ്റല്ലേ ചെയ്യുന്നത്. അതായത് പത്താൻകോട്ട് ഭീകരാക്രമണം നടന്ന സമയത്ത് ഈ ഭീകരാക്രമണം നടത്താൻ പോകുന്ന ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു അവൻ ഭീകരാക്രമണം നടത്താൻ പോവുകയാണ്. പക്ഷെ അവന്റെ അമ്മ ആ സമയം ചോദിച്ചത് എന്താണെന്നറിയോ, മോനെ നീ ആഹാരം കഴിച്ചു. അതല്ലായിരുന്നു അമ്മയുടെ ധർമ്മം. അമ്മയുടെ ധർമ്മം ശിക്ഷണവും പോഷണവുമാണ്. വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും അവനെ ഈ തെറ്റിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നതായിരുന്നു അമ്മയുടെ ധർമ്മം. അപ്പൊ അമ്മയുടെ ധർമ്മത്തിൽ ശിക്ഷണവുമുണ്ട് പോഷണവുമുണ്ട്. പക്ഷെ അത് ഏത് പാകത്തിൽ, എപ്പോഴും കിടന്ന് അലക്കുക വരക്കുറയെന്നല്ല, അത് ഏത് പാകത്തിൽ കൊടുക്കണം. സ്നേഹം കൊടുക്കണം, കെട്ടിപ്പിടിച്ച് മുമ്പ് കൊടുക്കണം, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയണം. പക്ഷെ തെറ്റ് കാണിച്ചാൽ ശാസിക്കാൻ. മെട്രോമാൻ ശ്രീധരൻ സാർ പറയും, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സിഗരറ്റ് വലിച്ചു. അമ്മ കണ്ടുപിടിച്ചിട്ട് ഒറ്റ അടി കൊടുത്തപ്പോ പറഞ്ഞു ചേട്ടൻ വലിയുന്നത് കണ്ടിട്ടാണ് ഞാൻ വലിച്ചത്. അപ്പൊ അമ്മ എന്ത് ചെയ്തു, അനുജനെ വലിച്ചോട്ട് ചേട്ടൻ എടുക്കുമ്പോൾ ചേട്ടനൊക്കെ കൊടുത്തു. സാർ പറയാണ് അന്ന് അമ്മയുടെ അടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ചെയിൻ സ്മോക്കർ ആയിരുന്നു. അപ്പൊ അമ്മയുടെ ആ ശിക്ഷണം കുഞ്ഞിന് പാകമാണ്.
അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ സംസ്കാരമല്ല നമ്മളുടെ. അവിടെ കുഞ്ഞിനെ ഒച്ച പോലും വെക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നാളെ തൊട്ട് കെട്ടിയിട്ട് അടിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ കുട്ടികളെ തെറ്റിൽ നിന്നും പിന്തിരിപ്പിക്കുക, വേണ്ട സമയത്ത് നമ്മളുടെ ശക്തി കാണിക്കുക എന്നുള്ളത് നമ്മളുടെ സംസ്കാരത്തിൽ കാണിച്ചു തന്നിരിക്കുന്നതാണ്. ദേവി വേണ്ട സമയത്ത് രൗദ്രരൂപിണിയാകും, അതോടൊപ്പം തന്നെ സ്നേഹസമ്പന്നയാകും, അമ്മയാകും. അസുരന്മാരെ വധിക്കേണ്ട സമയത്ത് അവൾ കാളിയാകുകയും ചെയ്യും. ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇതൊക്കെ ഈ പുരാണത്തിൽ നിന്നും ഇതിഹാസത്തിൽ നിന്നും അല്ലാതെ നമുക്ക് പഠിക്കാൻ സാധിക്കും, ഈ ജീവിതത്തിലേക്കുള്ള പാഠങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളാണ്. ഇതാണ് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ സനാതന സംസ്കാരം അനുസരിച്ച് പോയാൽ മാത്രമേ ഭാരതം നിലനിൽക്കുകയും ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? അവസാന ശ്വാസം വരെ സനാതന ധർമ്മത്തിൽ ഉറച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള അറിവുകൾ സമ്പാദിക്കുക, നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കുമായിട്ട് അത് പകർന്നു കൊടുക്കുക. ഇനി ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ പറയാൻ ചുമയാണെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ നവരാത്രിയുടെ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ 3 ദിവസം കാളി ദേവി, രണ്ടാമത്തെ ദിവസം അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവി, അടുത്ത 3 ദിവസം സരസ്വതി ദേവി എന്നൊക്കെ. ഇതിന്റെ ഓർഡർ മാറ്റിയ വല്ല കുഴപ്പമുണ്ടോ? ഇതിന്റെ ഓർഡർ മാറ്റാൻ പാടില്ല. കാരണം ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു ചിട്ടപ്രകാരം വെച്ചിരിക്കുന്നതാണ്. നവരാത്രി തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങും, മത്സ്യമാംസാദികളൊക്കെ നിർത്തിവെക്കും, നമ്മൾ ക്ഷേത്രത്തിലൊക്കെ രാവിലെ കുളിച്ചിട്ട് പോകും, നല്ല വർത്തമാനമൊക്കെ പറയും. പറയാറില്ല, മലയ്ക്ക് മാലയിട്ട് പോയി, അല്ലേ ഞാൻ ഇപ്പൊ കാണിച്ചു തരായിരുന്നു എന്നൊക്കെ പറയും അല്ലെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാത്വികമാണ്. അതായത് നമ്മുടെ ഉള്ളിലെ തിന്മയെ ഇല്ലാതെയാക്കുന്ന സമയമാണ്. അതാരാണ് ചെയ്യാൻ? കാളിദേവിയാണ് തിന്മയെ ഇല്ലാതെയാകുന്നത് അല്ലെ. അതുകൊണ്ടാണ് ആദ്യത്തെ 3 ദിവസം കാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വ്രതത്തിലേക്ക് വരിക, വ്രതത്തിനോട് ചേരുക, നമ്മുടെ ഉള്ളിലെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ദുർഗുണങ്ങളെ എല്ലാം മാറ്റുന്ന സമയമാണ്. അതുകൊണ്ട് ആദ്യത്തെ 3 ദിവസം നമ്മൾ കാളി ദേവിയെ പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോഴോ തിന്മ ഇല്ലാതെയാവുമ്പോൾ അവിടെ നന്മ ഉടഞ്ഞെടുക്കും അല്ലെ. നന്മയുടെ ദേവതയാണ് ലക്ഷ്മി ദേവി, ഐശ്വര്യത്തിന്റെ ദേവതയാണ്. നന്മയുള്ള മനസ്സിലെ പിന്നീട് അറിവ് വരാവും. ആഴത്തിലുള്ള അറിവ് നന്മയുള്ള മനസ്സിനെ വരാവും. തിന്മയുള്ള മനസ്സിൽ അറിവ് വന്നാൽ എന്ത് സംഭവിക്കും? തീവ്രവാദികളെ പോലെ ഇരിക്കും. അവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ്. എത്ര പഴുതടച്ചിട്ടാണ്, എത്ര ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവർ ഓരോ ആയുധം നിർമ്മിക്കുന്നതും ആക്രമണം നടത്തുന്നത്. പക്ഷേ തലതിരിഞ്ഞ ബുദ്ധിയുള്ളവരിൽ, തിന്മ നിറഞ്ഞ ബുദ്ധിയുള്ളവർക്ക് അറിവ് കൊടുത്താൽ ലോകനാശമായിരിക്കും ഫല. നേരെ മറിച്ച് നന്മയുള്ളവർക്ക് അറിവ് കൊടുത്താലോ, അബ്ദുൽ കലാം സാറിന്, ISRO ശാസ്ത്രജ്ഞന്മാർക്ക് അറിവ് കൊടുത്താൽ ലോകത്തിന് നന്മയായിരിക്കും ഫലം. അതുകൊണ്ടാണ് ഈ ഓർഡർ വെച്ചിരിക്കുന്നത്. നന്മ നിറയുന്ന നമ്മുടെ മനസ്സിലേക്ക് നല്ല അറിവ് വരണമേ എന്ന് നമ്മൾ സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഈ സരസ്വതി ദേവി അറിവിന്റെ ദേവതയാണ്. നമ്മളുടെ ശരീരത്തിൽ അറിവ് എവിടെയാണ് ഇരിക്കുന്നത്? അറിവ് കാണാൻ പറ്റില്ല. മുമ്പ് പറഞ്ഞതുപോലെ അറിവും ഒരു ശക്തിയാണ്, ഊർജമാണ്, കാണാൻ പറ്റില്ല. എങ്കിലും നമ്മൾ പറയുന്ന എവിടെയാണ്? അറിവ് ശിരസിലാണ് ഇരിക്കുന്നത്. ഈ ശിരസ് പോയാൽ എന്താ സംഭവിക്കും? തല പോയാൽ എന്താ സംഭവിക്കും? കൈ പോയാൽ കുഴപ്പമില്ല, കാല് പോയാൽ കുഴപ്പമില്ല, കണ്ണു പോയാലും കുഴപ്പമില്ല. പക്ഷെ തല പോയാലോ? അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട തല അല്ലെ, വളരെ പ്രധാനപ്പെട്ട ഒരു അവയവം. അറിവിരിക്കുന്നത്, എല്ലാ സിഗ്നൽസും ഇരിക്കുന്നത് ശിരസിലാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ശിരസ് ഏതാണ്? ഭാരതത്തിന്റെ മാപ്പ് വരയ്ക്കുമ്പോൾ ശിരസ് ഏതാണ്? ഏതാണ്? കാശ്മീർ. ആ കാശ്മീർ 4 കക്ഷത്തിലാണ്. നമ്മള് സ്കൂളില് മാപ്പ് വരയ്ക്കുമ്പോ വലിയ ഗമയിൽ ഈ കഴുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ 2 ആനയുടെ മസ്തകം പോലെയൊക്കെ ഉണ്ട്. ഇതൊക്കെ വരച്ചു വെക്കും. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ചുമ്മാ നമ്മുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി വരയ്ക്കുക. ഒരു മസ്തകം പാകിസ്ഥാന്റെ കയ്യിലും ഒരു മസ്തകം ചൈനയുടെ കയ്യിലുമാണ്. ഈ കഴുത്ത് തുടങ്ങുന്നിടത്ത് വലത്തോട്ടൊരു വരയുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് LOC, ലൈൻ ഓഫ് കൺട്രോൾ. അതിന്റെ അപ്പുറം മുഴുവൻ POK ആണ്, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ. പല തവണയായിട്ട്
പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തില് പാകിസ്ഥാൻ പിടിച്ചടക്കിയിട്ട് പലതവണ നമ്മൾ തിരിച്ചു പിടിച്ചു. അന്നുള്ള ഭരണാധികാരികൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് അവര് വിട്ടുകൊടുത്തു. എത്ര സൈനികരാണ് ബലിദാനികളായിരിക്കുന്നത്. പക്ഷെ അതൊന്നും പലർക്കും പ്രശ്നമല്ല, ഇത് വിട്ടുകൊടുത്തു. അതായത് ശരിക്കും പറഞ്ഞാൽ ഭാരതം എന്നുള്ളത് നമ്മളുടെ അമ്മയാണ്, ഭാരതാമ്മയാണ്, അല്ലെ? നമ്മളുടെ അമ്മയുടെ ശിരസ്സിന് ഒരു അസുഖം വന്നാൽ, പ്രശ്നം വന്നാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? ഭാരതം അമ്മയാണെന്ന് ശ്രീരാമനാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. യുദ്ധം കഴിഞ്ഞവർ നല്ല പോലെ റെസ്റ്റ് എടുക്കുന്ന സമയം ചോദിക്കുന്നുണ്ട്, എന്റെ ജ്യേഷ്ഠ, ഈ അയോധ്യയാണെങ്കിൽ ഭരണം ഭരിക്കുന്നു, ലങ്കയാണ് സമ്പൽ സമൃദ്ധം, എവിടെ നോക്കിയാലും സ്വർണ്ണവും രത്നവും ഉള്ളു, നമുക്ക് എന്നാ ഇവിടെ അങ്ങ് കൂടിയാലോ? ആ സമയത്താണ് ശ്രീരാമൻ പറയുന്നത്, ജനനീ ജന്മഭൂമിശ സ്വർഗാദവി ഗരീയസി, അല്ലെ? ഈ എത്ര എന്റെ അമ്മയെക്കാള് സൗന്ദര്യമുള്ള അമ്മമാരുണ്ടെങ്കിലും അയോധ്യക്ക് പകരം വെക്കാൻ ഒരമ്മയില്ല. നമ്മുടെ കുട്ടികളാണെങ്കിലും പല കൂട്ടുകാരികളുടെ അമ്മമാരെ പറ്റി പറയാം, വളരെ പോയിട്ടേക്കാൻ. എന്നാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താലോ എന്ന് ചോദിച്ചാലോ, സ്വന്തം അമ്മയെ മാറ്റിയിട്ട് ആ അമ്മയെ എടുത്താലോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാരതാംബയുടെ ശിരസിന് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരമ്മയ്ക്ക് പ്രശ്നം വന്നാൽ ഏതൊക്കെ കുട്ടികളാണ് തീവ്രമായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും കിട്ടണമെന്നൊന്നും ഞാനിപ്പോ പറയില്ല. സ്ട്രാറ്റജിക്കലായിട്ട് നോക്കിയാൽ ഇവരെല്ലാം കൂടെ ഇങ്ങോട്ട് പോയിരുന്നു കഴിഞ്ഞാല് നമ്മളുടെ ഇവിടുത്തെ അവസ്ഥ എന്താവും നമുക്കറിയില്ല. പക്ഷേ ഭാരതത്തിന്റെ അറിവിന്റെ കേന്ദ്രം സരസ്വതി ദേവിയുടെ ആസ്ഥാനം കാശ്മീരാണ്. കാരണം എന്താണ്? അറിവിരിക്കുന്നത് ശിരസിലാണ്. ശിരസ് അറിവിന്റെ ദേവത അപ്പൊ എവിടെയാണ് ഇരിക്കേണ്ടത്? ശിരസിലാണ്. അങ്ങനെയാണെങ്കിൽ സരസ്വതിയുടെ ആസ്ഥാനം എവിടെയാണ്? കാശ്മീരാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, സരസ്വതി രഹസ്യ ഉപനിഷത്ത് എടുത്ത് നോക്കുക. അതിലുണ്ട് നമോ ശാരദേ ദേവി കാശ്മീര പുരവാസിനി. ശാരദ എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിയുടെ പേരാണ്. ശങ്കരാചാര്യ ശാരദാ ഭുജംഗ പ്രയാദം ഒക്കെ എഴുതിയിട്ടുണ്ട്. ശൃംഗേരിയിൽ ശാരദാ ക്ഷേത്രമുണ്ട്. ശാരദാ ദേവിയുടെ കയ്യിൽ വീണയുണ്ട്. അറിവ് നൽകുന്നവൾ എന്നാണ് അർത്ഥം. അപ്പോ ആ ആദിശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറാനായി എന്തിന് കാശ്മീർ പോയി? എന്നാ പിന്നെ ഇവിടെ ഞാൻ പോയപ്പോലായിരുന്നോ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറിവിന്റെ കേന്ദ്രം എവിടെയാണ്? കാശ്മീരിലാണ്. അവിടെ ഓരോ ദേവന്മാർക്കും ഭാരതത്തിൽ ഓരോ അടിസ്ഥാന സ്ഥലമുണ്ട്. മഹാവിഷ്ണുവിനാണെങ്കിൽ ബദരി, മഹാദേവനാണെങ്കിൽ 12 ജ്യോതിർലിംഗങ്ങൾ, ദേവിക്കാണെങ്കിൽ ശക്തിപീഠങ്ങൾ. ഇതുപോലെ സരസ്വതി ദേവിയുടെ അടിസ്ഥാന സ്ഥലമാണ് കാശ്മീരിലെ ശാരദാ പീഠം. ഈ കാശ്മീരില് പണ്ട് ശാരദാ പീഠം എന്ന് പറഞ്ഞാൽ ഒരു കുണ്ടമായിരുന്നു, ഒരു കുളം. ഈ കുളത്തില് ജലത്തിലാണ് ദേവിയുടെ സാന്നിധ്യം. സരസ്വതി ദേവി നദിയല്ലേ, അല്ലെ? ജലത്തിലല്ലേ സരസ്വതി ദേവി, അല്ലെ? പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, ബദരി കഴിഞ്ഞ് മാലായിൽ പോകുമ്പോ വളരെ അത്ഭുതകരമായ രീതിയിൽ പാറക്കെട്ടിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന ആ ജലം കാണാം നമുക്ക്. സരസ്വതി ദേവിയുടെ ഉത്ഭവം കുറച്ചു ദൂരം പോയാൽ കാണാൻ സാധിക്കില്ലേ? അപ്രത്യക്ഷമായി. അറിവ് കാണാൻ പറ്റുമോ? സൂക്ഷ്മം. പിന്നെ പ്രയാഗ്രാജില് ത്രിവേണി സംഗമത്തിൽ ഉണ്ടെന്ന് പറയുന്നു. ഭൂമിക്കടിയിലാണ് സരസ്വതി ദേവി. ഗംഗ യമുന കാണാൻ സാധിക്കും. അതായത് അറിവിനെ തേടി കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ പ്രഭാഷണം ചെയ്യുന്നോണ്ടല്ല, ഇന്നിവിടെ ഈ നാട്ടിലെ ധാരാളം ആളുകളുണ്ട്. നിങ്ങൾ എന്തെല്ലാം തിരക്കുകൾ മാറ്റി വെച്ചു, യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കാം, റീൽസ് കണ്ടുകൊണ്ടിരിക്കാം, കിടന്നുറങ്ങാം. അതിനുവേണ്ടി പ്രയത്നം ചെയ്ത് അറിയാനായി ആഗ്രഹിച്ച് ഇവിടെ വന്നത് കൊണ്ടാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതുപോലെ അറിവിന് വേണ്ടി പ്രയത്നം ചെയ്യണം, കഷ്ടപ്പെടണം, അതിനുവേണ്ടി തേടി നമ്മൾ എത്തണം. അപ്പൊ ഇതുപോലെ ഒരു കുണ്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ കുണ്ടത്തിൽ ചുറ്റും പിന്നീട് ഒരു ക്ഷേത്രം വന്നു. ഈ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനമില്ലായിരുന്നു. ഭാരതത്തിൽ അന്നുള്ള എല്ലാ പണ്ഡിതന്മാരെയും വാഗ്വാദത്തിൽ തോൽപ്പിച്ചവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പല സമയങ്ങളിലായി 3 കവാടങ്ങളിലൂടെ പലരും പ്രവേശിച്ചു. ക്ഷേത്രത്തിന് 4 കവാടമുണ്ട്. തെക്കുവശത്തെ കവാടത്തിലൂടെ അതുവരെ ആരും പ്രവേശിച്ചിട്ടില്ല. ആ സമയത്താണ് ആദിശങ്കരാചാര്യർ 2 തവണ ഭാരതത്തെ പ്രദക്ഷിണം വെച്ച് ഈ മീമാംസകന്മാരെയും സാഖ്യന്മാരെയും എല്ലാം തർക്കത്തിലെല്ലാം തോൽപ്പിച്ച് അവരുടെ മനസാന്തരം വരുത്തി ഈ സർവജ്ഞപീഠത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അന്ന് അഖണ്ഡ ഭാരതമാണ്. അപ്പൊ ആ വഴി മുകളിൽ നിന്ന് താഴോട്ടാണ് ഇറങ്ങുന്നത്. അപ്പോഴാണ് ശ്രീനഗറിലെ രാജാവ് വന്ന്
ശാരദാ പീഠത്തിലേക്ക് ക്ഷണിക്കുന്നത് സർവജ്ഞ പീഠത്തിലേക്ക് വരണം, സർവജ്ഞ പീഠം കയറണമെന്ന്. അത് സ്വീകരിച്ചിട്ടാണ് ആദിശങ്കരാചാര്യ ശിഷ്യന്മാരോട് വന്ന് രാജാവ് സ്വീകരിച്ച് 4 കവാടങ്ങളിലും ഇരുന്ന പണ്ഡിതന്മാരെ എല്ലാം തോൽപ്പിച്ച് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതും കുണ്ടത്തിന്റെ സമീപം ഇരുന്ന് ആ പുരോഹിതൻ ആ ജലം സേവിക്കാൻ കൊടുത്ത് ആ ജലം കൊണ്ട് അഭിഷേകം ചെയ്യും. അതാണ് ശങ്കരാചാര്യർ സർവജ്ഞ പീഠം കയറി എന്ന് പറയും. അല്ലാതെ ഒരു സിംഹാസനത്തിൽ ഇരുത്തി എന്നുള്ളതല്ല. ആ ജലം കൊണ്ട് അഭിഷേകം ചെയ്തപ്പോൾ അവിടെ ആദ്യം അശരീരി ഉണ്ടായി, സരസ്വതി ദേവിയുടെ അശരീരി ഉണ്ടായി. ഈ സർവജ്ഞനാണ്. സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹു നോസ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ, അല്ലെ? എല്ലാം അറിയുന്നവനാണ്. അപ്പൊ ദേവിക്ക് തുല്യമായി ദേവി അവിടെ ദർശനവും കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ശാരദാ പീഠം ഇന്ന് പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്നു. ആ ക്ഷേത്രം നശിപ്പിച്ചു. ഇന്ന് അതിന്റെ 2-3 തൂണുകൾ മാത്രം നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി. ഇന്ന് അത് പാകിസ്ഥാൻ ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ്. പക്ഷെ എന്ത് നശിപ്പിച്ചാലും ഇവർ എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ട് നശിപ്പിക്കാത്തത്? മുഗളന്മാർ എന്ത് നശിപ്പിച്ചാലും ക്ഷേത്രത്തിന്റെ കുറെ ഭാഗം നിർത്തും, വിഗ്രഹത്തിന്റെ കൈയും കാലം മുറിയും. നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്, നിന്റെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് പറയുന്ന ഈശ്വരനെയും ക്ഷേത്രത്തെയും ഞങ്ങൾ തകർത്തു, ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. വരുന്ന തലമുറകള് ഇത് അറിയണമെങ്കിൽ എന്ത് വേണം? അവശിഷ്ടം അവിടെ നിലനിർത്തണം, അല്ലേ? അല്ലെങ്കിൽ പറ്റില്ല. ഇതുപോലെ തന്നെ ഇന്നും അവിടെയുണ്ട്. നമുക്ക് വേണ്ടത് നാളെ പാകിസ്ഥാൻ മുഴുവൻ നമ്മുടെ ആവണമെന്ന് ഞാൻ പറയില്ല, കാരണം ഈ ജനത മുഴുവൻ വന്നു കഴിഞ്ഞാൽ വളരെ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിൽപ്പെട്ടവരാകുമ്പോൾ അറിയില്ല. പക്ഷെ ശാരദാ പീഠത്തിലെ ക്ഷേത്രം പുനരുദ്ധരിക്കാനും അവിടെ നമുക്ക് ക്ഷേത്ര ദർശനം നടത്താനും സാധിക്കണം. കാരണം ഭാരതത്തിന്റെ ശക്തി പീഠമാണ് അത്. ശിരസ ദേവിയുടെ ഓരോ ശരീരഭാഗം വീണു എന്ന് പറഞ്ഞില്ലേ, അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അത്. ഇത് നമുക്ക് തിരിച്ചു കിട്ടണം. അതിനായിട്ട് നമ്മള് ആചാര്യന്മാർ ഇരുന്നൊരു മന്ത്രം ഉപദേശിച്ചു തന്നിട്ടുണ്ട്. ആ മന്ത്രം ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാം. ഈ മന്ത്രം കഴിയുന്ന സമയത്ത് പറ്റുന്ന സമയങ്ങളിൽ ജപിക്കുക. ഒരു ദിവസം ഒരു 21 തവണ ചൊല്ലിയാൽ വളരെ നല്ലത്. ഈ മന്ത്രം വളരെ ചെറുതാണ്. അതാണ് ജയ് ശ്രീ ശാരദേ. ജയശ്രീ പറഞ്ഞാൽ വിജയിക്കട്ടെ. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാവും. അപ്പൊ ഒന്നിച്ച് നിങ്ങൾ കൂട്ട പ്രാർത്ഥനയ്ക്കൊക്കെയുള്ള പ്രയോജനമാണ്. അത്രയും വൈബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ വിരുദ്ധ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. എങ്ങനെയാണോ ജയ് ശ്രീരാം വിളികൾ മുഴങ്ങിയതോടുകൂടി നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചോ അയോധ്യയിൽ ക്ഷേത്രം വരുന്ന, പക്ഷെ ജയ് ശ്രീരാം വിളികളോട് മുഴങ്ങിയതോടുകൂടി വിരുദ്ധ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെയായി. അതുപോലെ ഈ ജയശ്രീ ശാരദാ മന്ത്രം മുഴങ്ങണം. നമ്മള് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ മാറ്റം കാണാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഈ മന്ത്രം ചൊല്ലുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. വെറുതെ ജയശ്രീ ശാരദ എന്ന് ചൊല്ലിയാൽ പോരാ. അതിന് പകരം ഈ ചോറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾ കാശ്മീരിൽ എത്തുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടേതായ കാശ്മീർ, അവിടെ ആ ശാരദാ പീഠം ഇരുന്ന സ്ഥലത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം ഉള്ളതായി സങ്കല്പിക്കുക. പുതിയൊരു ക്ഷേത്രം, വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ക്ഷേത്രം. ആ ക്ഷേത്രത്തിനുള്ളിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ശാരദാ ദേവിയുടെ വീണയൊക്കെ പിടിച്ചുള്ള വിഗ്രഹം അലങ്കരിച്ചിരിക്കുന്നു. അത് വളരെ മന്ദസ്മിതത്തോടുകൂടി ചിരി പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദേവിയെ നോക്കി അതിനു മുന്നിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് സങ്കല്പിച്ചുകൊണ്ട് വേണം ജയശ്രീ ശാരദേ മന്ത്രം ചൊല്ലാൻ. കാരണം സങ്കല്പത്തിന് ശക്തിയുണ്ട്. വൈദിക കർമ്മങ്ങളില് ഒരു വൈദിക കർമ്മം പോലും സങ്കല്പമില്ലാതെ തുടങ്ങുകയില്ല. ചിന്തകൾക്ക് ശക്തിയുണ്ട്, വൈബ്രേഷൻസ്, തരംഗങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് പ്രപഞ്ചത്തില് മാറ്റമുണ്ടാവും. ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കഴിയുന്നവർക്ക് 21 പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു 12 പ്രാവശ്യമോ നമ്മള് ഇതൊന്നും ചൊല്ലുക. നിങ്ങൾ അറിയാവുന്നവർക്കെല്ലാം ഇതൊന്ന് ഉപദേശിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. ഭാരതം മുഴുവൻ ഇത് നമ്മളുടെ ഹിമാലയത്തിലെ ഒരു സ്വാമിജിയാണ് പറഞ്ഞു തന്നത്. കഴിയുന്നിടത്തോളം വേദികളിൽ ഇത് എത്തിക്കുന്നു. ഇന്ന് നമ്മളുടെ ബോർഡറിൽ ഒരു ശാരദാ ക്ഷേത്രം പുതുതായിട്ട് പണിതു. നമ്മളുടെ ബോർഡറിൽ LOCയില് ശൃംഗേരി ആശ്രമം മുൻകൈ എടുത്താണ് ഞങ്ങൾ അവിടെ പോയിരുന്നു. പഹൽഗാം അറ്റാക്ക് നടക്കുന്നതിന് 10 ദിവസം മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്നു. ഈ ബോർഡറിൽ പോയി ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ട് ഈ ശാരദാ പീഠം, ഇത് ശാരദാ ക്ഷേത്രം നമുക്ക് പോകാനും അവിടെ ദർശിക്കാനും സാധിക്കണേ എന്നുള്ള ഒരു സങ്കല്പം എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അമ്മയായിട്ടുള്ള ഭാരതാംബയുടെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് ഭാരതം ലോകത്തിന്റെ നേതൃപദവി അലങ്കരിക്കണമെങ്കിൽ
ഇതുകൂടി നമുക്ക് തിരിച്ചു ലഭിക്കണം. തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ ഭൂമി വരണമെന്നല്ല, തീർച്ചയായിട്ടും ആ ക്ഷേത്രം അവിടെ പുനരുദ്ധരിക്കപ്പെടണം. അപ്പൊ അതിനായിട്ട് ഭാരതാംബയുടെ മക്കളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒന്നിച്ചിരുന്ന് ഇപ്പോൾ ഒരു 12 പ്രാവശ്യം നമുക്കിത് ചൊല്ലാം. കണ്ണടച്ചിരുന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സങ്കല്പിക്കണം. നിങ്ങൾ അവിടെ പോയി നിൽക്കുന്നതായത് സത്യം. ഭഗവാൻ സത്യസായി ബാബ ഒരിക്കൽ എന്തോ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് മണിയടിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നമ്മളിത് തമാശയ്ക്ക് പറയാം, പക്ഷെ ഭഗവാൻ പറഞ്ഞു മംഗളനാദമാണ് മുഴങ്ങുന്നത്. കറക്റ്റ് നമ്മളിത് പറഞ്ഞപ്പോഴാണ് അവിടെ ഈ പണിയടിച്ചത്. അപ്പോൾ ഇത് എത്രമാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ധർമ്മമാണ് എന്ന് ഭഗവാൻ തന്നെ നമുക്ക് സിഗ്നൽ തന്നതാണ്. ഒന്നിച്ചു ചൊല്ലാം ഒരു 12 പ്രാവശ്യം മന്ത്ര ജയശ്രീ ശാരദ. എല്ലാരും നിവർന്നിരിക്കുക. എന്നിട്ട് കാശ്മീരില് ആ ശാരദാ ക്ഷേത്രത്തിന്റെ മുന്നില് ശാരദാ ദേവിയെ കണ്ടുകൊണ്ട് ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാവത്തില് ചൊല്ലുക. ജയ ശ്രീ ശാരദേ. ഒന്നിച്ച് നീ ചൊല്ലിയാ മതി. ജയ ശ്രീ ശാരദേ, 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 ജയ ശ്രീ ശാരദേ. ഇവിടെ ഇത്രയും നേരം കൊണ്ട് ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ശിവപുരാണ യജ്ഞത്തില് ആ മഹാദേവിന്റെയും ശക്തിയുടെയും പ്രാധാന്യം എന്നത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. ഇതുപോലുള്ള പുരാണങ്ങളെല്ലാം പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞു. ക്ഷേത്രം പോലെയുള്ള സന്നിധിയിൽ വരേണ്ടതിന്റെ ആവശ്യം, ഈ ഊർജം നമ്മൾ എത്രമാത്രം സ്വീകരിക്കണമെന്നുള്ളതിന്റെ കാര്യം പറഞ്ഞു. ശക്തി എവിടെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞു. കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ സരസ്വതി ദേവിയുടെ അടിസ്ഥാന സ്ഥലമാണ്. അവിടെ ശാരദാ പീഠം പുനരുദ്ധരിക്കേണ്ടതിന്റെ ആവശ്യവും പറഞ്ഞു. ഇത്രയും നേരം എന്റെ ഈ വാക്കുകൾ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ മനസ്സാ നമസ്കരിക്കുന്നു. അതോടൊപ്പം പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിത്തങ്ങളിൽ സമർപ്പിക്കുന്നു. അതുപോലെ എനിക്കിങ്ങനെ ഒരു പ്രഭാഷണത്തിന് ഇഷ്ടമുള്ളത്ര സമയം എടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാന് 1 മണിക്കൂറെന്ന് ആദ്യം പറഞ്ഞത്. എനിക്ക് എത്ര നേരം എന്റെ വണ്ടി ഓടുന്നു എനിക്ക് തന്നെ ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ചില സമയം ചുണമല്ലാതെ കൂടും. പക്ഷെ ഇത് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് എന്താണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ശ്രമിക്കാതെ മുന്നോട്ട് പോകാൻ സാധിച്ചു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും പേയ്മെന്റ് പോകാതെ നിങ്ങൾ ഇത്രമാത്രം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് പറയാൻ തോന്നും. മറ്റേത് വളരെയധികം ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാല് നമുക്കും പറയാൻ തോന്നില്ല. ഇത്രമാത്രം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനായിട്ട് ഇരിക്കുമ്പോൾ ആചാര്യന്മാര് പറഞ്ഞത് പറയാൻ തോന്നും. അതിനായിട്ട് അവസരം തന്ന എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. യജ്ഞാചാര്യനും സഹയജ്ഞാചാര്യന്മാർക്കും പാദ നമസ്കാരം. നമസ്തേ, ജയ് ഹിന്ദ്.